ഇപ്പം ഞാൻ മുരുകൻ അയച്ചു തന്ന ഒരു ചെറിയ ചോദ്യാവലി പോലെ, ചോദ്യാവലി അല്ലല്ലോ, എന്നാലും നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു എന്ന് അത് വായിച്ചു നോക്കിയിട്ട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, എൻ്റെ ജീവിതം പിതൃനിർഭരമായിരുന്നു. അച്ഛനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതമായിരുന്നു. അമ്മ ഉണ്ടായിരുന്നു, അമ്മയും പ്രധാനമായിരുന്നു. പക്ഷെ അച്ഛനാണ് ഒരു മാതൃകയായിട്ട് വന്നിട്ടുള്ളത്. അച്ഛൻ്റെ കഥ പറയാ, പണ്ട് ഈ നമ്പൂതിരി യുവാക്കള് യോഗക്ഷേമ സഭയുടെ ഒരു യോഗത്തില് പാർവതി നെന്മിനിമംഗലം എന്ന് പറഞ്ഞാൽ അവിടെ തൃശ്ശൂരടുത്ത് ഉള്ളൊരു ഇല്ലാണ്. അവര് പ്രസംഗിക്കുക. അപ്പം അവര് പ്രസംഗിച്ചപ്പോൾ അവർ ചോദിച്ചു, എല്ലാവരും വലിയ വിപ്ലവകാരികളാണ് ചെറുപ്പക്കാര്, വിപ്ലവം പറയാൻ ആളെ കിട്ടാതെ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ പ്രവർത്തിച്ച് കാണിക്കാൻ എത്ര പേരുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, വിധവയായാൽ പിന്നെ അവർക്ക് ജീവിതമില്ല. അതാണ് ഒരു സ്ത്രീകളുടെ അവസ്ഥ. വിധവയായ ഒരു സ്ത്രീയെ സ്വീകരിക്കാൻ എത്ര പേര് തയ്യാറാണ്? ഇപ്പോൾ പുറകിലിരുന്ന 2 പേര് എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. ചെറുപ്പക്കാര്, 10-20 വയസ്സായിട്ടുള്ള ചെറുപ്പക്കാര്. ഒന്ന് MRB, എൻ്റെ വല്യച്ഛൻ, മറ്റൊന്ന് അച്ഛൻ. MR വട്ടുവരിപ്പാട് എന്ന് പറയുന്ന MRB എഴുത്തുകാരനാണ്. നമ്മുടെ തങ്കമണിയുടെയൊക്കെ അച്ഛൻ, തൃശ്ശൂർ ആകാശവാണിയിലുണ്ടായിരുന്ന തങ്കമണിയുടെയൊക്കെ അച്ഛൻ. മറ്റൊന്ന് എൻ്റെ അച്ഛൻ പ്രേംജി, MP വട്ടുവരിപ്പാട് എന്ന് പറയുന്ന പ്രേംജി. ഇത് 2 പേരും പറഞ്ഞു. എന്നിട്ട് ആദ്യം വിധവ വിവാഹം കഴിച്ചത് വല്യച്ഛനാണ്, MRB ആണ്. വല്യച്ഛൻ്റെ ആ വിധവാഹത്തിനൊരു സവിശേഷത കൂടിയുണ്ട്. അത് വിധവ മാത്രമല്ല, അവർക്കൊരു മകളും ഉണ്ടായിരുന്നു. നിങ്ങൾ ലീലോപ്പിള് എന്ന് വിളിക്കുന്ന ഒരു മകളും ഉണ്ട്. ആ മകളെ അടക്കമാണ് വല്യച്ഛൻ സ്വീകരിക്കുന്നത്. എന്ന് ആലോചിച്ച് നോക്കണേ, ഇന്ന് പറ്റുമത് റീലവഞ്ചിന്. എന്നിട്ട് അവരിൽ വല്യച്ഛന് കുട്ടിയുണ്ടായി. അതാണ് ഷർലോപ്പിള് എന്ന് ഞങ്ങൾ വിളിക്കുന്ന എറണാകുളത്തുള്ള ഷർലോപ്പിള്. പിന്നെ വല്യച്ഛൻ്റെ തന്നെ വല്യമ്മയുടെ തന്നെ അനിയത്തിയുടെയോ ഒറ്റ മകളാണ് തങ്കമണി. അത് 3 പെൺകുട്ടികളടക്കം വിധവയെ വല്യച്ഛൻ സ്വീകരിക്കുക. അച്ഛൻ കഥ കേട്ടിട്ടുള്ളത്, അമ്മയുടെ 14-ാം വയസ്സിലൊറ്റ അമ്മയുടെ കല്യാണം കഴിഞ്ഞു. 50 വയസ്സോ ഒറ്റുള്ള ഒരാളെയാണ് കല്യാണം കഴിച്ചത്. എന്താ കല്യാണം കഴിക്കാൻ കാരണം വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്മയുടെ ഏടത്തിയായിരുന്നു, ചേച്ചിയായിരുന്നു. അവർ മരിച്ചുപോയി. അപ്പം അമ്മയെ കല്യാണം കഴിക്കുക. അപ്പം അമ്മയ്ക്കന്ന് 14-15 വയസ്സേ ഉള്ളൂ. ഇദ്ദേഹത്തിന് 19 വയസ്സുണ്ട്. അപ്പോൾ ഇതൊക്കെ ചോദിക്കാനും അറിയാനുള്ള ഒരു പ്രായമായപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, ഈ 14 വയസ്സുള്ള പെൺകുട്ടി എങ്ങനെ 50 വയസ്സുള്ള ആളുടെ കൂടെ കഴിയുക? അമ്മ പറഞ്ഞു, അതിന് വിഷമമൊന്നുമില്ല, എന്നോട് ചെറിയ കുട്ടിയോട് പെരുമാറുന്ന പോലെയൊക്കെ പെരുമാറുള്ളൂ. പിന്നെ ബുദ്ധിമുട്ടുള്ള എന്താ വെച്ചാൽ, രാവിലെ ഞാൻ നേരത്തെ എണീക്കും, അദ്ദേഹം എണീക്കില്ല. അപ്പം ഈ വാതിൽ തുറക്കാൻ പറ്റില്ല. സാക്ഷാ തൊട്ട് പഴയ വാതിലുണ്ട്, അത് തുറക്കണത്തിന് ബലം വേണം. അത് തുറക്കാൻ പറ്റില്ല. അപ്പോൾ പുറത്ത് കിടക്കാൻ പറ്റില്ല. അദ്ദേഹം ഉറങ്ങുകയും ചെയ്യും. അപ്പം അമ്മ എന്താ ചെയ്യുക? ഞാനതിൽ ഉറുമ്പുകളൊക്കെ പുറത്തൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നു. പാവം തോന്നി എനിക്ക്. ഒരു പെൺകുട്ടിയാണ്, 14 വയസ്സുള്ള പെൺകുട്ടി 50 വയസ്സുള്ള ആളെ കല്യാണം കഴിച്ചിട്ട് വിധവയായിരിക്കുക. അതിന് അദ്ദേഹം മരിച്ചു. അപ്പം അമ്മ വിധവയായി. അങ്ങനെ അവിടെ ചാലക്കുടി പരിയാരത്ത് കുറിയെടുത്ത് മനാന്ന് പറഞ്ഞു അവിടെയാണ്. അവിടെ അമ്മ അങ്ങനെ കഴിയുമ്പോൾ ഒരിക്കൽ ആ
ഭർത്താവിൻ്റെ അനിയൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇതിനൊക്കെ മുൻകൈ എടുത്തിരുന്നത്. അദ്ദേഹം ചോദിച്ചു, ഏടത്തേക്ക് ഒന്നുകൂടി വിവാഹം കഴിച്ചുകൂടെ? അപ്പോൾ വിവാഹം കഴിക്കാം, പക്ഷെ ആരെ പിന്നെ തയ്യാറായിക്കണേ ചോദിച്ചു. അതൊക്കെ ഒരാളുടെ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എന്നിട്ടൊരു ദിവസം വരിക അച്ഛനാണ്. അച്ഛനെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണ്, ദേശാഭിമാനിയിലെ പ്രൂഫ് റീഡറായിരുന്നു. എന്നിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 5 പേര്, 5 മക്കളുണ്ടായി. മൂത്താളാണ് KPSCയിലൊക്കെ ഉണ്ടായിരുന്ന പ്രേമേന്ദ്രൻ, രണ്ടാമത്തെ ആൾ ഞാൻ, മൂന്നാമത്തെ ആൾ ഹരീന്ദ്രനാഥൻ എന്ന് പറയുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു, നാലാമത്തെ ആൾ ആർമിയിലായിരുന്നു, ആൾ കേണലായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്, ഇന്ത്യയുടൻ. അഞ്ചാമത്തെ കുട്ടിയാണ് സതി പ്രേംജി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സിനിമയിലൊക്കെ ചെറുതായിട്ട് അഭിനയിക്കുന്നു. അപ്പം ഞങ്ങൾ 5 പേരാണ്. അപ്പം ഈ ചെറുപ്പത്തിൽ മുഴുവൻ ഈ അച്ഛനാണ് ഒരു വല്ലാത്ത മാതൃക. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ, അപ്പം നിങ്ങൾ അയച്ചെന്ന ഇത് വായിച്ചപ്പോൾ എല്ലാ ദിക്കിലും, ഇപ്പോൾ ആദ്യമായിട്ട് കാലത്ത് രാത്രി ഞാൻ കിടക്കുമ്പോൾ അച്ഛൻ പ്രൂഫ് വായനക്കാരനായിരുന്നു. അച്ഛൻ നടനായിരുന്നു, സാമൂഹ്യ വിപ്ലവകാരിയായിരുന്നു, കവിയായിരുന്നു, നാടകകൃത്തായിരുന്നു, പക്ഷെ ആത്യന്തികമായിട്ട് പ്രൂഫ് വായനക്കാരനായിരുന്നു. 2 പ്രധാനപ്പെട്ട വളരെ പ്രഗത്ഭരായ 2 പ്രൂഫ് റീഡർമാരാണ് മലയാളത്തിലുണ്ടായിരുന്നത്. ഒന്ന് കുട്ടികൃഷ്ണമാരാർ, മറ്റൊന്ന് പ്രേംജി. പ്രേംജി പ്രൂഫ് വായിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഖസാക്കിൻ്റെ ഇതിഹാസം പ്രസിദ്ധീകരിക്കാൻ തരാം എന്ന് OV വിജയൻ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ഒരു കണ്ടീഷനേ ഉള്ളൂ, ഖസാക്കിൻ്റെ ഇതിഹാസം പ്രസിദ്ധീകരിക്കാൻ തരാം, പക്ഷെ ഒരു കണ്ടീഷൻ, പ്രേംജി പ്രൂഫ് വായിക്കണം. അത്രയും പ്രശസ്തമായിരുന്നു അച്ഛൻ്റെ പ്രൂഫ് വായന. ഇപ്പം രാവിലെ എഴുന്നേറ്റ് ചോറും പാത്രം കൊണ്ട് മംഗളോദയത്തിന് പോകും. അവിടെ AKTKM, വാസുദേവൻ നമ്പൂതിരിപ്പാട്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, KK രാജ, പിന്നെ വലിയൊരു സാഹിത്യ സദസ്സുള്ള സ്ഥലമാണ് ഈ മംഗളോദയം അന്നത്തെ. അവിടെ പ്രൂഫ് വായിക്കും. ചങ്ങമ്പുഴ ഇവിടെ ഉണ്ടാവും, ചങ്ങമ്പുഴ ഉണ്ടാവും, വയലാറ് ഇടയ്ക്ക് വരും, ഇടയ്ക്ക് ഭാസ്കര മാഷും വരും, P ഭാസ്കരനും വരും. അങ്ങനെ വലിയൊരു സാഹിത്യ ഇതായിരുന്നു ഈ മംഗളോദയം എന്ന് പറഞ്ഞാൽ, കേന്ദ്രമായിരുന്നു. അവിടെ പ്രൂഫ് റീഡറാണ്. എന്നിട്ട് വൈകുന്നേരം ചോറ് കൊണ്ടുപോകും. ഞാനന്ന് സെൻറ് തോമസ് കോളേജിൽ പ്രീ-DT പഠിക്കുമ്പോൾ ഞങ്ങൾ ചോറ് കൊണ്ടുവയ്ക്കുന്നത് ഈ മംഗളോദയം പ്രസ്സിലാണ്. അവിടെ നാരായണൻ എന്നുണ്ട് ഈ ബ്ലോക്ക് ഉണ്ടാക്കാന്ന് പറയും, ബ്ലോക്കൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്, അയാളുടെ റൂമിലാണ് കൊണ്ടുവയ്ക്കാറ്. അങ്ങനെ അവിടുന്ന് പ്രൂഫ് വായിച്ച് രാത്രി മടങ്ങി വരും. ഈ കാലത്ത് ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ചവിട്ടിക്കുഴച്ച മണ്ണ് എന്ന് നാടകം കളിക്കുക, PA വാര്യർ. അപ്പോൾ ഒരു കുട്ടിയുടെ റോള് അഭിനയിക്കണം. അപ്പം എൻ്റെ അനിയൻ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരാൾ നിൽക്കുക, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഒരു കുട്ടിയുടെ, ചെറിയ കുട്ടിയുടെ റോളാണ്. അപ്പം എൻ്റെ അനിയൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ താൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ പോയി, ഞാൻ അഭിനയിച്ചു. അയാൾ മരിക്കുന്നവരെ, ഹരീന്ദ്രൻ എൻ്റെ അനിയൻ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ വലിയ ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്ത ആളാണ്. അയാൾ മരിക്കുന്നവരെ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഞാൻ ഒഴിഞ്ഞു വന്നിട്ട് വലിയ ആളായ ആളാണല്ലോ താൻ, വലിയ വർത്താനം പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ അഭിനയിച്ചു. ആ അഭിനയം വലിയ അനുഭവമായിരുന്നു. കാരണം രാത്രി റിഹേഴ്സൽ കഴിഞ്ഞ് അച്ഛൻ ജോലി കഴിഞ്ഞ് വന്ന് എന്നെയും കൂട്ടി റിഹേഴ്സലിന് പോവും. റിഹേഴ്സൽ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് പോവും. അത് ശോഭന പരമേശ്വരൻ നായരുടെ ശോഭന സ്റ്റുഡിയോ എന്നിട്ടൊരു സ്റ്റുഡിയോ തൃശ്ശൂരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശോഭന പരമേശ്വരൻ നായർ എന്ന് പറഞ്ഞത്. പക്ഷേ ശോഭന പരമേശ്വരൻ നായർ അല്ലാതെ നടത്തിയിരുന്ന ശോഭന പരമേശ്വരൻ നായരുടെ ജ്യേഷ്ഠൻ ഭാസ്കരൻ നായരാണ്. ഭാസ്കരൻ നായരും അമ്മിണിയമ്മയും.
ഈ ശോഭന ഭാസ്കരൻ നായരുടെ വീട്ടിലേക്ക് ഞങ്ങൾ ചെല്ലാം. അവിടെ ചെല്ലുമ്പോൾ അവിടെ ബഷീർ ഉണ്ടാവും, വൈക്കം മുഹമ്മദ് ബഷീർ. അതിന് ദിവസം അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം. 4ാം ക്ലാസ് പഠിക്കും. എനിക്ക് ആളെയൊന്നും അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടല്ല, പിന്നെയാണ് അറിഞ്ഞാണ് ഭാഗ്യം ഉണ്ടായി. എന്ന് മാത്രമല്ല, ഈ നാടകം കലാമണ്ഡലത്തിൽ കളിച്ചു. എനിക്ക് മികച്ച ബാലനടനുള്ള സംഗീത നാടക അക്കാദമിയുടെ അവാർഡൊക്കെ ഈ നാടകത്തിന് കിട്ടിയിട്ടുണ്ട്. കലാമണ്ഡലത്തിൽ കളിച്ചു. കലാമണ്ഡലം കളിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ ഇരിക്കുന്ന ആളുടെ കാല് തൊട്ട് തലയിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ വടി കുത്തി പിടിച്ചിരിക്കുന്നതാണ്, വയസ്സായിട്ട ആൾ. ഞാൻ ചെയ്ത് കാല് തൊട്ട് തലയിൽ വെച്ചു. ഞാൻ എനിക്ക് നമസ്കരിച്ചു. ചെറിയ കുട്ടിയാ. എഴുന്നേറ്റുള്ളൂ എന്ന് പറഞ്ഞു. എഴുന്നേറ്റപ്പോൾ എൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു. അച്ഛന് നമസ്കരിച്ചു. എന്നിട്ട് ഞങ്ങൾ പോരുമ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് ആരാറിഞ്ഞോ? ആരാറിയോ ചോദിച്ചു. ഇത് മനസ്സിലായോ ചോദിച്ചു. ഇല്ല, അതാണ് വെള്ളത്തോൾ നാരായണവേലു. ഇതൊരു വലിയ അനുഗ്രഹ ഭാഗ്യ. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ബഷീറിനെ കണ്ടിട്ടുണ്ട്, വെള്ളത്തോളിനെ നമസ്കരിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കാലത്ത് തന്നെ ഈ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ വളരെ പ്രശസ്തരായിരുന്നു. ഒന്നാമത്തെ ആള് PJ ആൻ്റണി. ആൻ്റണി ഉച്ചയാവുമ്പോൾ ഊണ് കഴിക്കാറായി എന്ന് പറഞ്ഞാൽ ഉടനെ പറയും, ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാതെ പറയും. എനിക്കെന്ന് മനസ്സിലായില്ല, എന്ത് മൂത്രം ഒഴിക്കാതെ ഇങ്ങനെ. പിന്നെ ഞാൻ മൂത്രം ഒഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം എന്താന്ന്. അതുവരെ പിടിയിട്ടില്ല. അപ്പോൾ അവിടെ അടുത്ത് ഒരു ചാരായ ഷാപ്പുണ്ട്. അവിടെ പോയി ആൻ്റണി വേർത്ത് കുളിച്ച് മടങ്ങി വരും ഭക്ഷണം കഴിക്കാൻ. ഒന്ന് PJ ആൻ്റണി. രണ്ടാമത്തെ ആള് ബാബുരാജ്. ബാബുരാജ് ഹാർമോണിയം വെച്ചിങ്ങനെ. അപ്പം ഈ ബാബുരാജൻ്റെ പിന്നെ ടാഗോറിൻ്റെ പ്രശസ്തമായിട്ടൊരു പ്രസ്താവനയുണ്ട്, ഹാർമോണിയം ഇസ് എ ബെയിൻ ഓഫ് ഇന്ത്യൻ മ്യൂസിക് എന്നാണ് ടാഗോർ. ഇന്ത്യൻ സംഗീതത്തിൻ്റെ ശാപമാണ് ഹാർമോണിയം. എന്താ കാരണം വെച്ചാൽ, സാ രി ഗ നമ്മൾ വായിച്ചാൽ സാ കൈയെടുത്ത അത് മുറിഞ്ഞു, രീന്ന് കൈയെടുത്ത അത് മുറിഞ്ഞു, ഗാന്ന് കൈയെടുത്ത അത് മുറിഞ്ഞു. വീണാണെങ്കിൽ സാ രി ഗ എന്ന് വെച്ചാൽ ഗാ വായിക്കുമ്പോഴും സാ അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ മുറിഞ്ഞു 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 പോകണമെന്നുള്ളതുകൊണ്ട് ഇറ്റ്സ് എ ബെയിൻ ഓഫ് ഇന്ത്യൻ മ്യൂസിക്. ഇന്ത്യൻ സംഗീതത്തിൻ്റെ ശാപമാണ് ഹാർമോണിയം എന്ന് ടാഗോർ പറയുന്നുണ്ട്. പക്ഷേ ബാബുരാജ് വായിക്കുന്നത് ടാഗോർ കേട്ടിട്ടില്ല. ഒരു ശബ്ദവും മുറിയില്ല, ഒരു സ്വരവും മുറിയില്ല. അത്ര ഗംഭീരമായിട്ട് ഹാർമോണിയം വായിക്കാൻ. എൻ്റെ പെങ്ങൾ സതി പറയും, അവളെ മടിയിലിരുത്തി ബാബുരാജ് ഹാർമോണിയം വായിക്കുന്നത് ഓർമ്മയുണ്ടത്. ഈ പച്ചപ്പരന്തത്തെ എന്ന പാട്ട് പിന്നെ ജയേന്ദ്രനെ മാറ്റി ആദ്യത്തെ പച്ചപ്പനന്തത്തെ പൊന്നാരപ്പൂമുത്തെ പൊന്നെല്ലിൻ പൂങ്കരളേ ഉച്ചയ്ക്ക് നീ എൻ്റെ കൊച്ചുവായത്തൊപ്പിൽ ഒന്നുവ പൊൻകരളേ ഒന്നുവ പൊൻകരളേ. ഇത് ബാബുരാജ് ട്യൂൺ ചെയ്തിട്ടില്ല. ബാബുരാജ്. പിന്നെ ഒരാള് പരിയാരം പറ്റ കുഞ്ഞുണ്ടി, വലിയ മേക്കപ്പ് മാനായിരുന്നു. പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം വീട്ടിയുടെ 80ാം പിറന്നാളിനൊക്കെ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് അഭിനയിക്കുമ്പോൾ മുല്ലനീഴ് നീരണ്ണൊക്കെ മുലയൊക്കെ വരച്ചിട്ട് മുലയ്ക്കുള്ള പെണ്ണുങ്ങളാക്കി മാറ്റിയിട്ടുള്ളത് ഈ കുഞ്ഞുണ്ണിയേട്ടനാണ്. കുഞ്ഞുണ്ണിയേട്ടൻ്റെ ചായ കൊണ്ടുവച്ചാൽ കുഞ്ഞുണ്ണിയേട്ടൻ പറയും, ഇത് അവനവൻ്റെ മുതലാണ്. ചായ കൊണ്ടുവച്ചാൽ ഉടനെ പറയും, ഇത് അവനവൻ്റെ മുതലാട്ടോ. എന്താ അങ്ങനെ പറഞ്ഞ കുഞ്ഞുണ്ണിയേട്ടാ? അല്ല, അവനവൻ്റെ മുതലിലാണല്ലോ ചൂടുണ്ടാവുക, നല്ല ചൂടുണ്ട്. ഇങ്ങനെ വളരെ രസികരായ, പിന്നെ MS എമ്പൂരി, വളരെ രസികരായ മനുഷ്യർ അന്ന് അവിടെ റിഹേഴ്സൽ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ഈ അന്തരീക്ഷം ആയിരിക്കാം ഒരുപക്ഷെ എന്നേക്കാളധികം എൻ്റെ ഏട്ടനെ KPSC-യിലൊക്കെ ഉണ്ടായിരുന്നു പറയാൻ വേണ്ടി തന്നെ ഈ നാടകരംഗത്ത് നടനായിട്ട് മാറ്റാനും ഒക്കെ സഹായിച്ചിട്ടുണ്ടാവുക. അതായത് ഈ അന്തരീക്ഷത്തിൽ വളർന്നുകൊണ്ട് എനിക്കന്ന് പാട്ടുണ്ടായിരുന്നു. ഞങ്ങളെ പാട്ട് പഠിപ്പിച്ചിരുന്നു. പരമേശ്വര ഭഗവതിരെ ആളാണ് പാട്ട് പഠിപ്പിച്ചിരുന്നു. ഏട്ടൻ മൃദംഗം വായിക്കാനും പഠിച്ചിരുന്നു.
ഒരു ഷാരടി. രാത്രി ഊണ് കഴിഞ്ഞാൽ ഭാഗവതർ വീണെടുക്കും, അച്ഛന് മുമ്പിലിരിക്കും മുറുക്കിയിട്ട്. ചിലപ്പോൾ ഭയങ്കരമായിട്ട് 12 മണി വരെയൊക്കെ ഭാഗവതരിങ്ങനെ വായിക്കും. ഓഹ്, എന്തൊരു വായനയത്! പക്ഷെ ചില ദിവസം അറിയില്ല, ഭാഗവതരിങ്ങനെ ശ്രുതി മീട്ടി അവിടെ നിർത്തും. ഈശ്വര, ഉള്ളിലൊരു തീ പോലെയാ ഭാഗവതർ വായിക്കണേ. എന്തോ അദ്ദേഹത്തിന് വേദനിക്കണമെന്ന് എനിക്ക് തോന്നാം. ഇങ്ങനൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. അന്നൊന്നും ഈ മാധ്യമപ്രവർത്തകനാകണം എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എൻ്റെ മോഹൻ ഡോക്ടറാവാനാണ്. നല്ല ഡോക്ടർമാരുണ്ടായിരുന്നു കുറേ പേര്. അവിടെ തന്നെ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. പിന്നെ മറ്റൊന്ന് നമ്മുടെ ഷാജിയൻ കരുണിൻ്റെ ഭാര്യ, എന്താ കുട്ടിയുടെ പേര്, അനസൂയയുടെ അച്ഛൻ PK വാര്യർ, ദേവകി വാര്യർ, ദേവകിയപ്പോൾ നിങ്ങൾ വിളിക്കുന്ന ദേവകി വാര്യർ, അവരുടെ അനസൂയയുടെ അമ്മ. അവർ ഡോക്ടറാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ ഇതിലൊന്നിനും പോയില്ല, പിന്നെ പൊളിറ്റിക്സിൽ വരിക ചെയ്ത്. ഇങ്ങനെ നല്ല നല്ല ഡോക്ടർമാർ ഒരുപാട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ മോഹം ഡോക്ടറാവാനാണ്. മാധ്യമപ്രവർത്തകനായിരുന്നു ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. അങ്ങനെ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു. ജിപ്മർ എന്ന് പറഞ്ഞ പോണ്ടിച്ചേരി മെഡിക്കൽ കോളേജിൽ ടെസ്റ്റ് എഴുതി, അതിൽ പാസ്സായി. ഇൻ്റർവ്യൂവിന് വിളിച്ചു. അതിൽ ഞാൻ 2 മാർക്കിന് പുറന്തള്ളപ്പെട്ട് തിരിച്ചു വരിക. ഇപ്പോഴെൻ്റെ മോഹം മുഴുവൻ ഈ മാധ്യമപ്രവർത്തനമൊന്നും എൻ്റെ മനസ്സിലില്ല, ഡോക്ടറാവുക എന്നുള്ളതാണ്. മടങ്ങി വരുമ്പോൾ ഈ അച്ഛനിങ്ങനെ പ്രൂഫ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു വായനയത്! രാത്രി ഞാൻ കിടക്കുമ്പോഴും അച്ഛൻ പ്രൂഫ് വായിക്കും, കാലത്തെ എഴുന്നേൽക്കുമ്പോഴും അച്ഛൻ പ്രൂഫ് വായിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ ഉറക്കൊന്നുമില്ലേ? അങ്ങനെ അച്ഛനെ സഹായിക്കാൻ വേണ്ടി ഞാൻ പ്രൂഫ് വായിക്കുന്നത്. അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്. ഈ പ്രൂഫ് വായിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരത്തെറ്റ് തിരുത്തൽ മാത്രമല്ല, സ്പേസിങ് കൂടി നോക്കണം എന്ന് പറയും. എന്നുവെച്ചാൽ എന്താ, അവിടെ നിന്ന് പോയി, 3 വാക്കുകൾ, അവിടെ നിന്ന് പോയി. ഇത് സ്പേസിങ് അനുസരിച്ച് അർത്ഥം മാറും. അവിടെ നിന്നുപോയി, അവിടെ നിന്ന് പോയി, അവിടെ നിന്നു പോയി. അപ്പം ഈ സ്പേസിങ് കൂടി ശ്രദ്ധിക്കണം. ഇങ്ങനെ ആ പ്രൂഫ് റീഡിങ്ങിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, 2 പ്രശസ്തരായ പ്രൂഫ് റീഡർമാരുണ്ടായിരുന്നു. ഒന്ന് കുട്ടീശ്വരര്, മറ്റൊന്ന് പ്രേംജി പ്രൂഫ് വായിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ സെക്കൻഡ് ഇതിഹാസം പ്രസിദ്ധീകരിക്കാൻ തരാം എന്ന് OV വിജയൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പ്രൂഫ് റീഡിങ് തുടങ്ങി അച്ഛനെ സഹായിക്കാൻ വേണ്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നല്ല ദാരിദ്ര്യമുണ്ടേ. അച്ഛന് എല്ലാവരും നിങ്ങൾക്ക് വലിയ നടനായിട്ടും മറ്റേ കവിയായിട്ടും നാടകെടുത്തായിട്ടും ഋതുമതി എന്നുള്ള വളരെ പ്രശസ്ത ഈ നാടകം എഴുതിയ ആളുടെ തലയിൽ നെറുകയിൽ കാളിദാസന്റെ കൈകളുണ്ട് എന്ന് കുട്ടിഷമാരെ കൊണ്ട് പറയിപ്പിച്ച നാടകമാണ് ഋതുമതി. അങ്ങനെ വലിയ നാടകെടുത്തും ഒക്കെ ആയിട്ടുള്ള അച്ഛൻ ബേസിക്കിന് പ്രൂഫ് റീഡറാണ്. അങ്ങനെ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ എവിടെയെങ്കിലും ചെറിയ ജോലി പ്രൂഫ് റീഡിങ്ങിന് കിട്ടിയാൽ ചെയ്യായിരുന്നു. അങ്ങനെ അച്ഛൻ പോയി, എക്സ്പ്രസ് പത്രത്തിൽ പോയി, കൃഷ്ണയെ കണ്ട് അവിടെ ഒരു ജോലി തിരക്കെത്തും. 1 മാസം ഞാൻ പ്രൂഫ് വായിച്ചു, അവരൊന്നും തന്നില്ല. അപ്പം ഞാൻ അന്ന് കൃഷ്ണയുടെ മകനായുള്ള ബാലസ്വാമി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ബാലകൃഷ്ണനോട് പോയി പറഞ്ഞു, കാശ് വേണം, ശമ്പളം, കാരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിക്ക് വരേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനാണ് മോഹം. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ പോലുള്ള പരിപാടിയൊക്കെ അതോടുകൂടി അവസാനിപ്പിച്ചു. അച്ഛൻ പറഞ്ഞു പ്രൈവറ്റായിട്ട് MA പാസ്സാവാം എന്നൊക്കെ അച്ഛൻ എന്നെ മോഹിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ 75 രൂപ കിട്ടിയപ്പോൾ ഞാൻ 50 രൂപ അച്ഛന് കൊടുത്തു. 50 രൂപ അച്ഛൻ്റെ ഡയറിയിലുണ്ട്. അനിയൻ എന്നാ എന്നെ വിളിക്കുക, ഏട്ടൻ അപ്പു, ഞാൻ അനിയൻ 50 രൂപ മക്കളിൽ നിന്നുള്ള ആദ്യത്തെ വരുമാനം അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 50 രൂപ കാരണം ഞാൻ പിന്നെ പഠിക്കാനും പോയില്ല, ഒന്നുമില്ല. 50 രൂപയിൽ അല്ല 75 രൂപ, അതിൽ 50 രൂപ അച്ഛന് കൊടുക്കും. 25 രൂപയ്ക്ക് ഷർട്ടും ബീഡിയും വലിച്ച്
കഴിയും. അങ്ങനെയാണ് മാധ്യമപ്രവർത്തനത്തിലേക്ക് വരുന്നത്. ഞാൻ പിന്നെ എക്സ്പ്രസ്സിൽ പ്രൂഫ് റീഡറായി, അവിടെ സബ് എഡിറ്ററായി. മനുഷ്യത്വമുള്ള പത്രാധിപന്മാരെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അതിൽ പ്രധാനം വി കന്നാരൻ നമ്പ്യാർ, മറ്റൊന്ന് ടി വി അച്യുതവാര്യർ. കന്നാരൻ നമ്പ്യാർ വായനയുടെ ഒരു ആശാനാണ്. അദ്ദേഹത്തിന് കാലത്ത് 10 മണിക്ക് വന്ന ഒരു 12 മണിയാകുമ്പോഴേക്കും ഈ എഡിറ്റോറിയൽ എഴുതലൊക്കെ കഴിയും. പിന്നെ 3-3:30 ആവും ബാക്കിയുള്ളവർ വരാൻ. അതുവരെയും വായനയാണ്. നടന്ന് വായിക്കും, ഇരുന്ന് വായിക്കും. ഞാൻ വിചാരിക്കേണ്ട വീട്ടിൽ ചെന്നാൽ കിടന്നും വായിക്കുന്നുണ്ടാവും. വായന ഇങ്ങനെ വായിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. വല്ലാത്ത ഭരിതമുള്ള മനുഷ്യൻ. അവിടെ കോരപ്പത്ത് രാമമേനോൻ എന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പ്രൂഫ് റീഡറായിരുന്നു. എന്നെയൊക്കെ പിന്നെ സബ് എഡിറ്ററൊക്കെ ആക്കി. കോരപ്പത്തിനെ പ്രൂഫ് റീഡറായിട്ടുണ്ട്. അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനുള്ളൂ എന്ന് മാനേജ്മെൻറ്റും പൊതുവെ വിചാരിച്ചു. അങ്ങനെ ഈ അദ്ദേഹത്തിനെ പ്രൂഫ് റീഡറായി നിലനിർത്തുന്നതിൽ കന്നാരൻ നമ്പ്യാർക്ക് പങ്കുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ഈ കോരപ്പത്ത് രാമന് അതിൻ്റെ പ്രതികാരം വിട്ടത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പം ആഗസ്റ്റ് 15-ാം തീയതി മുടക്കാണ്. രാമന് 15-ാം തീയതി കഴിഞ്ഞാൽ 16-ാം തീയതി വരില്ല, 17-ാം തീയതി വരില്ല, 18-ാം തീയതി വരില്ല. ലീവൊന്നും ഉണ്ടാവില്ല, വരില്ല. 14, 15, 16, 17, 18 കഴിഞ്ഞ് 19-ാം തീയതി രാവിലെ കയറി വരുമ്പോൾ നമ്പ്യാർജി ചോദിക്കും. നമ്പ്യാർജി അവിടെ ഇങ്ങനെ നടക്കണ്ടാവും. എന്താ മേന്നെ പതാക ഉയർത്തലൊക്കെ ഉണ്ടായി തോന്നുന്നു. ഇത്ര ഭരിതത്തോടു കൂടി ജീവിതത്തെ കാണുകയും നേരിടുകയും ചെയ്യുന്ന ആൾക്കാരാണ്. നമ്പ്യാർജി ഒരു എഡിറ്റോറിയൽ പകുതി എഴുതിയിട്ട് ടി വി അച്യുതവാര്യർ എന്ന് പറഞ്ഞ മനുഷ്യരെ ഏൽപ്പിക്കും. 2 പേര് എഴുതിയതാണ് എന്ന് തോന്നാത്ത മട്ടിൽ അച്യുതവാര്യർ അത് മുഴുമിക്കും. 2 കോളം, രണ്ടാം എഡിറ്റോറിയൽ പേജിൽ 2 കോളം അവസാനത്തെ ഭരിതമുള്ളതായിരിക്കും. അത് നമ്പ്യാർജിയുടെ സ്പെഷ്യലാണ്. അടിയന്തരാവസ്ഥ വന്നപ്പോൾ നമ്പ്യാർജിയും വാര്യരും കൂടി തീരുമാനിച്ചു, നമ്മളെങ്ങനെ പ്രതിഷേധിക്കുക? ഒന്നും എഴുതാനൊന്നും വയ്യ. എഡിറ്റോറിയൽ കോളം ബ്ലാങ്ക് ഇട്ടു. എഡിറ്റോറിയൽ എഴുതിയില്ല. ഒരു ദിവസം എഴുതിയില്ല, 2 ദിവസം എഴുതിയില്ല. 3-ാമത്തെ ദിവസം ആരോ വിളിച്ചു അത്രേ ഫോണിൽ. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ല. മറ്റേ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, എന്തിപ്പോൾ എഡിറ്റോറിയൽ കാണാനില്ല? ഇല്ല, ഇപ്പോൾ ഒന്നും നമുക്ക് സ്വതന്ത്രമായിട്ടൊന്നും അഭിപ്രായം പറയാൻ പറ്റാത്തതുകൊണ്ട് എഡിറ്റോറിയൽ എഴുതുന്നില്ല. അത് വായിച്ചില്ല, ഇപ്പം എന്താ കുഴപ്പം? ബാക്കിയില്ലേ? ബാക്കിയെല്ലാം ഉണ്ടല്ലോ പത്രത്തിൽ. അപ്പം അയാൾ പറഞ്ഞു അത്രേ, ശോധന ശരിയാവില്ല. അത് എക്സ്പ്രസിന്റെ എഡിറ്റോറിയൽ വായിക്കാത്ത ശോധന ശരിയാവില്ല എന്നുള്ള അയാൾ പറഞ്ഞത്. അപ്പൊ നമ്പ്യാർജി ആരും ശോധനയ്ക്ക് പ്രശ്നമൊന്നും വേണ്ട വെച്ചിട്ട് നമ്പ്യാർജി എഡിറ്റോറിയൽ എഴുതാൻ തുടങ്ങി. എന്താ വിദേശ രാജ്യങ്ങളിലെ ഏകാധിപത്യത്തിനെതിരെ എങ്ങനെ ഈ ഒളിപ്പോര് നടത്തുന്നത് പറഞ്ഞിട്ടുണ്ട്. അതുപോലൊരു ഏർപ്പാടാണ് നമ്പ്യാർജി അച്യുതവാര്യർക്ക് BA എക്കണോമിക്സ് എന്താണ്. അപ്പൊ ഈ സൈലന്റ് വാലി സമരകാലത്ത് ഞാൻ സുവോളജി പഠിച്ച ആളാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടറാവാൻ മോഹം ഉണ്ടായത്. സുവോളജി പഠിച്ച ആളാണ്. അപ്പൊ ഞാനാണ് എന്താണ് ഈ പരിസ്ഥിതി, എൻവയോൺമെന്റൽ സയൻസ് എന്താന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. അതിലത് പഠിച്ച് ആശാനായി ഈ സൈലന്റ് വാലി സമരത്തെ മുഴുവൻ നയിച്ചത് എക്സ്പ്രസ് പത്രമാണ്. അത് അച്യുതവാര്യരാണ്. ഇങ്ങനെ അതിപ്രഗത്ഭരായ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ട്യൂട്ടോറിയൽ കോളേജിൽ പകലൊക്കെ ട്യൂട്ടോറിയൽ കോളേജിൽ ക്ലാസ് എടുക്കും. 3 മണിയാകുമ്പോൾ എക്സ്പ്രസ്സിന് പോകും. രാത്രി 12 മണിക്ക് ഡ്യൂട്ടി കഴിയും. അപ്പം ഞാൻ ഒരു കോളേജ് ലോകചക്രം എന്നിട്ട് കോളേജ് എഴുതിയിരുന്നു. അത് പണ്ട് നമ്പ്യാർജിയും അതിന് ശേഷം വാര്യർ എഴുതിയിരുന്ന കോളേജാണ്. ഡെക്സഡ്രിൻ എന്നൊരു ഗുളിക കിട്ടുന്നു. ആ ഗുളിക കഴിച്ച് ഉറക്കം വരില്ല. ഈ ഡെക്സഡ്രിൻ എന്നുള്ള ഗുളിക കഴിച്ചിട്ട് കീസിങ്സ് ആർക്കൈവ്സ് കൊണ്ട് എല്ലാ ആഴ്ചയിലും ഇങ്ങനെ വരും, പുതിയ വരും. അത് വായിച്ചിട്ടാണ് ഈ ലോകചക്രം എഴുതിയത്. ഇതാണ് ഞാൻ പിന്നീട് ടെലിവിഷനിൽ വന്നപ്പോൾ ലോകം പോയ വാരം തൊട്ട് ഇതിൻ്റെ തുടർച്ച പോലെ ഞാൻ
ചെയ്തത്. അങ്ങനെ ഒരു വല്ലാത്ത കാലമായിരുന്നു എക്സ്പ്രസ്സിൽ. ഞാൻ പറഞ്ഞില്ല, ഡോക്ടറാവാൻ മോഹിച്ച ആള് പിന്നെ അറിയാൻ്റെ മാധ്യമപ്രവർത്തകനായി മാറുക ചെയ്തത്. പ്രൂഫ് റീഡറായി, സബ് എഡിറ്ററായി. ശ്രീധരൻ തന്നെയാണ് എന്നെ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. എനിക്ക് റിപ്പോർട്ടിങ്ങിലൊന്നും ഒരു പരിചയമില്ല. ഇവിടെയാണെങ്കിൽ വളരെ വളരെ കേമനായിട്ടുള്ള ഒരു ചങ്കുറ്റുള്ള ഒരാളായിട്ട് ടി.ഒ. ചെറുവത്തോട് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. എനിക്ക് അവിടെ ഒന്നും പരിചയമൊന്നുമില്ല, ചെയ്യാനും അറിയില്ല. അങ്ങനെ അവിടെ വന്നു. ഒരു എൻ മാധവൻകുട്ടിയെ കണ്ടു. അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് മാധവൻകുട്ടി. മാധവൻകുട്ടി താനെന്താ ഇവിടെ ഇരിക്കണേ? എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പ്രസ് ക്ലബ്ബിൽ പോയി. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ടി.എൻ. ഗോപകുമാറിനെ കാണാൻ. അന്ന് ഗോപനായിട്ട് രാത്രി വഴക്കടിച്ചു. പിറ്റേന്ന് കാലത്ത് ഗോവൻ നമ്പർ കണ്ടുപിടിച്ച് വിളിച്ചപ്പോൾ ഒരു മതാബ എടുത്തത്, ഹെദർ. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ശശികുമാറിനെ കാണുന്നത്. ശശി ഈ ഏഷ്യാനെറ്റ് തുടങ്ങിയ കാലം. അപ്പോൾ ശശി പറഞ്ഞു, നീലൻ ഞങ്ങളുടെ കൂടെ വന്നോളൂ, നമുക്ക് കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാംസ് ഉണ്ടാക്കാം, കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാം ചെയ്യാനായിട്ട് വന്നോളൂ. എം.ആർ. രാജയുണ്ട്, ഞാനുണ്ട്, ശരത്തുണ്ട്. അങ്ങനെയാണ് ഞാൻ ടെലിവിഷനിൽ വരുന്നത്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആദ്യത്തെ ഹെഡ് ഞാനാണ്. അതിന് മുമ്പ് തന്നെ ഞാൻ ജോയിൻ ചെയ്തു. ഞാനും രാജനും കൂടി ഒരുപാട്, ഞാനിപ്പോഴും സച്ചിദാനന്ദനോട് പറയാറുണ്ട്, അത് വലിയ ആർക്കൈവൽ മെറ്റീരിയലാണ്. ജി കുമാരപ്പിള്ളയുടെ ഇൻ്റർവ്യൂ എവിടെയുണ്ട്? ഞാനാ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, രാജൻ പ്രൊഡ്യൂസ് ചെയ്തു. രാജൻ ക്യാമറയും വെച്ച് ഒരാൾ ക്യാമറ ഉണ്ടാവും. കോവിലൻ്റെ ഇൻ്റർവ്യൂ, ബഷീറിൻ്റെ അരമണിക്കൂർ പ്രോഗ്രാം രാജ്യം ചെയ്തിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാം. ഇതൊക്കെ ചെയ്തിങ്ങനെ നടക്കുമ്പോൾ ആണ് പത്രവിശേഷം എന്നിട്ടൊരു പ്രോഗ്രാം തുടങ്ങിയാലോ. അതായത് അപ്പോൾ പത്രങ്ങളെ വിമർശിക്കില്ല, പത്രങ്ങളെ അവലോകനം ചെയ്യുന്ന ഒരു പങ്ക്തി. അത് സക്കറിയും ബാബു ഭാസ്കറും ആഴ്ചയിൽ ചെയ്യാം. അപ്പം അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് എന്നെ നിശ്ചയിച്ചു. അങ്ങനെ ഞാനത് ചെയ്യാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് വേറെ തമാശയുണ്ട്. ഈ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് പി ഭാസ്കരൻ, മറ്റൊന്ന് അന്ന് മോഹനേട്ടൻ എന്ന് നമ്മൾ പറയുന്ന ലളിതാംബിക എന്ന് പറഞ്ഞ മകൻ മോഹനേട്ടൻ, പിന്നെ BRP, സക്കറിയ, മാധവൻകുട്ടി ഉണ്ട്, മറ്റേ VK മാധവൻകുട്ടി. ഇങ്ങനെ 5 പേരാണ്. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ എൻ്റെ പേര് വിളിച്ചപ്പോൾ ഭാസ്കരൻ മാഷ ഇറങ്ങിപ്പോയി. എനിക്ക് ഭയങ്കര ടെൻഷനായി. മാഷ ഇറങ്ങിപ്പോയി. ബാക്കിയുള്ള ഇൻ്റർവ്യൂ തന്നെ എടുക്കുകയും ഞാൻ കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞിട്ട് ന്യൂസിന് മുമ്പ് തന്നെ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. പിന്നീട് പരിചയമായപ്പോൾ ഞാൻ മാഷോട് ചോദിച്ചു, എന്താന്ന് മാഷ ഇറങ്ങിപ്പോയത്? മാഷ് പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മകനാണ് തനിക്ക് ഞാൻ 80 മാർക്ക് തന്നാൽ അതിൽ 75 മാർക്കും സുഹൃത്തിനുള്ളതായിരിക്കും, 5 മാർക്കേ എനിക്കുണ്ടാവുള്ളൂ. അത് വേണ്ട അച്ഛനെ, ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ് എന്ന് ഭാസ്കർ മാഷ് പറയുന്നത്. എന്നിട്ട് അവിടെ ജോയിൻ ചെയ്തു. ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാം തന്നെ ഞങ്ങൾ കുറേ, കുമാരപിള്ള സാറിൻ്റെ ഒന്നും ഞാൻ ഇപ്പോൾ സച്ചിദാനന്ദനോട് പറയാറുണ്ട്, ഇതൊക്കെ ഭയങ്കര വാല്യൂ ഉള്ള M.R. രാജൻ്റെ കയ്യിൽ ഉണ്ടാവും, ഇതൊക്കെ ഏഷ്യാനെറ്റിലുണ്ടാവും, വാല്യൂ ഉള്ള സാധനങ്ങളാണ്. കുമാരപിള്ള സാറ്, കോവിലൻ, ബഷീർ, ഇത് മുഴുവനുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ പ്രോഗ്രാംസൊക്കെ അവിടെ ചെയ്ത് പിന്നീടാണ് ന്യൂസ് തുടങ്ങുന്നത്. ന്യൂസ് തുടങ്ങുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ചീഫായിട്ട് എന്നെ നിശ്ചയിച്ചു. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഒന്ന് EMSൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, എൻ്റെ നോട്ടത്തിൽ എന്ന് പറഞ്ഞു. ഒന്നുമില്ല, ക്യാമറ കൊണ്ട് പോവുക, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന പോലെ
5 മിനിറ്റോ 10 മിനിറ്റോ EMS സംസാരിക്കും. അന്നത്തെ ഒരു സമകാലീന വിഷയത്തെ പറ്റി. അത് കൊണ്ടുവരിക, മുമ്പിലൊരു മൊണ്ടേഷൻ ഇടുക, അവസാനം ക്രെഡിറ്റ് വേണമെങ്കിൽ ഇടാം. ക്രെഡിറ്റ് ഒന്നും ഇല്ല, എന്നാലും ഒരു ക്രെഡിറ്റ് ഇടും നിങ്ങൾ. അപ്പം ശശി പറഞ്ഞത് നീലായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എല്ലാ ആഴ്ചയും പോയി ക്യാമറ മുമ്പിൽ വെച്ച് EMS സംസാരിക്കല്ലേ. അതിനിപ്പോൾ നീലം പോകേണ്ട കാര്യമൊന്നുമില്ല, ആരെങ്കിലും വിട്ടാൽ മതി, ഒരു തവണ കാണിച്ചു കൊടുത്താൽ മതി. പക്ഷെ എനിക്കത് തീർത്ഥാടനം പോലെയായി. എല്ലാ ആഴ്ചയും ഞാൻ പോവും. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും വായിക്കായിരിക്കും. അക്കാലത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ കാണാം. അതായിട്ട് മൂത്രം ഒഴിക്കാൻ പോണെന്ന് പറയും. കൈ പിടിക്കണം. കൈ പിടിച്ചാൽ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷെ വലിയ വലിയ പാഠങ്ങളാണ്. അദ്ദേഹം തന്നെ ലൈറ്റ് ഓഫ് ആക്കും, ഫാൻ ഓഫ് ആക്കും. നിങ്ങൾ എത്ര പേര് ചെയ്യാറ്? നിങ്ങൾ ഈ മുറിയിൽ ഇറങ്ങി പോകുമ്പോൾ ലൈറ്റും ഫാനും ഓഫ് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? ഇത് മൂത്രം ഒഴിക്കാൻ പോകും. അപ്പോൾ ഭാര്യ അവിടെ ഉണ്ടാവും. എല്ലാ ആഴ്ചയിലും പറയും, ഇത് നമ്മുടെ MP യുടെ മകനാട്ടോ എന്ന്. അച്ഛനെ MP എന്ന് പറയാം, പ്രേംജി MP തൊട്ട് വരുമ്പോൾ MP യുടെ മകനാട്ടോ എന്ന്. എല്ലാ ആഴ്ചയും പറയും. മടങ്ങി വന്ന് അവിടെ ഇരുന്ന അദ്ദേഹത്തിന് പറയാനുള്ളത് ചുരുക്കി വൃത്തിയായി 5 മിനിറ്റത്തിന് 5 മിനിറ്റിൽ നിർത്തി പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം തന്നെ ഫാൻ ഓൺ ചെയ്യും, ലൈറ്റ് ഓൺ ചെയ്യും. ഇതൊരു വലിയ പാഠമായിരുന്നു. എല്ലാ ആഴ്ചയും EMSൻ്റെ അടുത്ത്. അപ്പോൾ ശശി പറഞ്ഞിട്ട് ഒരിക്കൽ പോയാൽ മതി, കാരണം ഒന്നുമില്ല, ക്യാമറ വയ്ക്കുന്നു, അദ്ദേഹം പറയണു ഒരു ഓഡിയോഗ്രാഫറും ക്യാമറമാനും ഉണ്ടെങ്കിൽ കാര്യം നടക്കും. ഇപ്പം നീലം പോയതുകൊണ്ട് അദ്ദേഹം പ്രത്യേകിച്ചൊന്നും പറയാനും മുകളിൽ ഒന്നുമില്ല, 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. പക്ഷെ എല്ലാ ആഴ്ചയും ഞാൻ പോയിക്കൊണ്ടിരിക്കും. അദ്ദേഹം മരിക്കുന്ന ആ ആഴ്ചയും കൂടി ഞാൻ ഷൂട്ട് ചെയ്തിട്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഏഷ്യാനെറ്റിൽ എന്താ വെച്ചാൽ ഈ തമാശല്ല, വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത്. ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം. അന്ന് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനുഷ്യത്വമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഞാൻ കണ്ടത് ഏഷ്യാനെറ്റിലാണ്. അയാളുടെ പേര് K. ജയചന്ദ്രൻ എന്നാണ്. ഞാൻ അന്വേഷണം എന്നിട്ടൊരു പ്രോഗ്രാം പ്രഖ്യാപിച്ചു, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സാധനം, അരമണിക്കൂർ. ആദ്യം ഞാനാണ് ചെയ്യണത് അഭയ കേസ്. ഇപ്പോൾ വീരരാഘവൻ എന്ന് പറഞ്ഞ വീരു സാർ നിങ്ങൾ വിളിക്കുന്നത്, വീരു സാറുണ്ട്. വീരു സാർ പറഞ്ഞു, കാര്യം കൊള്ളാം, അഭയുടെ അമ്മയെ കരയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ക്യാമറയുടെ മുമ്പിൽ? അത് വല്ലത് ചാലഞ്ചാ, നോക്കാം സാർ എന്ന് പറഞ്ഞു. ഞാൻ പോയി കരയിപ്പിക്കുകയും ചെയ്തു. അഭയ കേസ് ചേകന്നൂർ മൗലവി കാണാനായിട്ട് ഒരു കൊല്ലം, ചേകന്നൂർ മൗലവി, പിന്നെ ഗുരുവായൂർ അമ്പലത്തിലെന്തോ കാത്തലിക് സിറിയൻ ബാങ്ക്, ഇങ്ങനെ കുറേ അന്വേഷണം പ്രോഗ്രാംസ് ഞാൻ ചെയ്തു. അവസാനം ചെയ്തത് സെക്സ് വർക്കേഴ്സിനെ പറ്റിയാണ്, ഈ തെരുവിലുള്ള സ്ത്രീകൾ. അപ്പോൾ അത് ജയന്തൻ്റെ ഐഡിയയാണ്. ഞാൻ ജയനും കൂടി പോയി. എനിക്ക് നല്ല പേടിയുണ്ട് ഞാൻ, കാരണം എനിക്ക് തീരെ പരിചയമില്ലാത്തൊരു മേഖലയാണ്. ജയനൊന്നിനും പേടിയില്ല, ജയന് പരിചയമില്ലാത്തൊരു മേഖലയില്ല. അപ്പോൾ പേടി മാറ്റാനുള്ള മരുന്നൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രാത്രി ആകുമ്പോൾ ഇറങ്ങും. പക്ഷെ എനിക്ക് പേടിയാണ്, ഞാനാ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ജയൻ കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. എനിക്ക് പേടിയായിരുന്നു, എനിക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. അവസാനം ജയൻ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് ജയേന്ദ്രൻ കോഴിക്കോട്ടേക്ക് പോയി. ജയൻ അവിടെ കുറേ ശ്രമിച്ചു, അത് നടന്നില്ല. ജയൻ അത് ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല, ഓർഗനൈസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, ഷൂട്ട് ചെയ്തൊരു ഫോമാക്കാൻ പറ്റില്ല. ജയൻ മരിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇത് ചെയ്തേ പറ്റൂ. അങ്ങനെ ഞാൻ സെക്സ് വർക്കേഴ്സിനെ തെരുവിൽ ഒറ്റപ്പെട്ട സ്ത്രീത്വം എന്നിട്ട് ഞാൻ ഒരു അരമണിക്കൂർ പ്രോഗ്രാം ചെയ്തു. സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഏഷ്യാനെറ്റ് വളരെ എന്താ പറയുക, സർഗാത്മകമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. തമാശയൊന്നുമില്ല, വളരെ സീരിയസ് ആയിരുന്നു. എൻ്റെ 2 മക്കളും ഇപ്പോൾ ഏഷ്യാനെറ്റിലാണ്. ഞാൻ പറയാം, അവർ കടം വീട്ടിയതെന്ന് പറയും. കടം വീട്ടിയതാണ് രണ്ടുപേരും. മൂത്താൾ ഏഷ്യാനെറ്റ് മെയിൻ ചാനലിലാണ്, എറണാകുളത്താണ്. രണ്ടാമത്തെ ആൾ ഏഷ്യാനെറ്റ് ന്യൂസിലാണ്. വല്ലാത്ത ഇതായിട്ടുള്ള കാലമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നൊരു പ്രോഗ്രാമായിരുന്നു EK നായനാരുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കാം. CL തോമസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോട്ടയത്തോട്ടുള്ള തോമസാണ് അത് ആങ്കർ ചെയ്തിരുന്നത്. തോമസാണ് ചോദ്യങ്ങൾ ഫോണിലെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്.
നായനാരുടെ പ്രോഗ്രാമിൻ്റെ എന്ന് വെച്ചാൽ ഇത്രയും ജനകീയനായ ഒരു മുഖ്യമന്ത്രി നമുക്ക് ഉണ്ടായിരുന്നില്ല. ഒരാൾ ചോദ്യം ചോദിച്ചാൽ അയാളുടെ അടുത്ത വീട്ടിലെ ആളുടെ വിശേഷം വരെ ഈ മുഖ്യമന്ത്രിക്ക് അറിയാം. അത്ഭുതകരം അത്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാം. ആ പയ്യന്നൂര് തൻ്റെ വീടിൻ്റെ അപ്പുറത്തല്ലടോ നമ്മുടെ ഭാസ്കരേട്ടൻ്റെ വീട്. ഛേ, ഭാസ്കരേട്ടൻ്റെ ഒക്കെ കണ്ടിട്ട് നമ്മൾ എത്ര കാലമായി. ബാക്കി പറ. ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ഓരോ വീടാന്തര മനുഷ്യനെ അറിയാമായിരുന്നു എന്നുള്ളതാണ് നായനാരുടെ പ്രത്യേകത. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അതിനിടയ്ക്ക് നായനാരുടെ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്കാണ് ഒരു പഴയ നക്സൽ സുഹൃത്ത് എന്നെ കാണാൻ വരികയും അയാൾക്കൊരു രാത്രി കഴിച്ചു വിട്ടണം. ഞാൻ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. എനിക്കവിടെ ഒരു മുറി ഉണ്ടായിരുന്നു. ഞാൻ കിടക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ ഇത്രയും വിശ്രമിക്കുകയൊക്കെ അവിടെയാണ്. പക്ഷേ അന്ന് മാധവൻകുട്ടിയാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മാധവൻകുട്ടിയാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ലേഖകൻ. മാധവൻകുട്ടി എന്ന് പറഞ്ഞിട്ട് മാധവൻകുട്ടി അത് വാർത്തയ്ക്ക്. പിന്നത്തെ ദിവസം നായനാരെ കാണാൻ എനിക്ക് പോകാൻ പേടിയാ. ഇവിടെ പോകാതിരിക്കാനും പറ്റില്ല. ഞാൻ ചെന്നപ്പോൾ അയാൾ നായനാർ ചോദിച്ചു, അത് ശരി, അപ്പം താൻ എല്ലാ ആഴ്ചയും ഇവിടെ വരികയും നമ്മളെ സോപ്പിട്ട് നമ്മുടെ തൻ്റെ കാര്യങ്ങൾ നടത്തി പോവുകയും എന്നിട്ട് തിരിച്ചു പോയിട്ട് നമുക്ക് ആരോഗ്യം ചെയ്യാം അല്ലേ? അത് ശരിയാവില്ല, ഈ കളി നടക്കില്ല, ഇനി അടുത്ത ആഴ്ച വരണ്ടെന്ന് ഞാൻ പറയേണ്ടി വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാനും തൻ്റെ അച്ഛനും ഒന്നിച്ച് ദേശാവലിയിൽ കുറേ കാലം പ്രൂഫ് വായിച്ചിട്ടുണ്ട്. ആ സ്നേഹം എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് താൻ അടുത്ത ആഴ്ച എന്നാൽ വന്നോളൂ, പക്ഷെ ഇങ്ങനത്തെ കുസൃതികളൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞത് വളരെ രസമുള്ളൊരു ഇതായിരുന്നു, പരിപാടിയായിരുന്നു. അല്ലെ, ഒരു മുഖ്യമന്ത്രിക്ക് ഏത് സ്ഥലത്തും ബന്ധങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ എവിടെയും. എവിടെയാ എൻ്റെ വീട്? എന്നെ നിൽക്കില്ല, പയ്യോളിയാ. അപ്പൊ നമ്മുടെ രാഘവേട്ടൻ്റെ വീടിൻ്റെ മൂന്നാമത്തെ എന്താ അത് പറയണ്ടേ? രാഘവേട്ടൻ എന്ത് പറയണു? ഇപ്പോ നമ്മൾ അന്വേഷിച്ചേ പറയണം കേട്ടോ. ഇങ്ങനെ എല്ലാ ജില്ലയിലും എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യരുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്ന ഒരു വലിയ മനുഷ്യരായിരുന്നു EK നായനാർ. അദ്ദേഹത്തിന് വേണ്ടത്ര നമ്മൾ മനസ്സിലാക്കുകയോ ആദരിക്കുകയോ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനത്തെ പരിപാടി, അതിലെ പത്രവിശേഷം ബാബു ഭാസ്കറും സക്കറിയാണ് പത്രവിശേഷം അവതരിപ്പിക്കുക. പത്രം കണ്ട അവലോകനാണ്. അതും എൻ്റെ പ്രൊഡ്യൂസർ ഞാനായിരുന്നു. വളരെ രസമാണ്, കാരണം രണ്ടുപേരുടെയും സമീപനങ്ങൾ, പത്രത്തിനോട് വാർത്തയോട് ഒക്കെയുള്ള സമീപനങ്ങൾ രണ്ടു തരമായിരുന്നു. ബാബു ഭാസ്കറിൻ്റെ വളരെ ടിപ്പിക്കലി ജേർണലിസ്റ്റിക് ആയിട്ടുള്ള സമീപനമാണെങ്കിൽ സക്കറിയുടെ വേറൊരു തരത്തിൽ രസകരമായുള്ള ഇതായിരുന്നു. ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ ചെയ്ത് ഞാൻ ഏഷ്യാനെറ്റിൽ സസുഖം വാഴുന്ന കാലത്താണ് അവിടെ മാറ്റം ഉണ്ടായത്. ശശികുമാർ പോയി. പകരം അദ്ദേഹത്തിൻ്റെ അമ്മാവനും ചാനലിലെ പ്രധാന മുതൽ മുടക്കുകാരനുമായ റജി മേനോൻ വന്നു. എന്തുകൊണ്ട് അധികം എൻ്റെ കുഴപ്പമായിരിക്കും, എനിക്ക് അദ്ദേഹമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വരികയും അതിന് ഏഷ്യാനെറ്റ് വിടേണ്ടി വരും എന്ന, ഞാൻ ഇത്രയും പ്രോഗ്രാംസ് മുഖ്യമന്ത്രിയോട് ചോദിക്കുക എന്നുള്ള പ്രോഗ്രാം, EMSൻ്റെ പ്രോഗ്രാം, പത്രവിശേഷം, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ വളരെ ദുഃഖത്തോടു കൂടി സങ്കടത്തോടു കൂടി ഏഷ്യാനെറ്റ് വിടുകയും അക്കാലത്ത് അമൃത TV എന്നെ ക്ഷണിക്കുകയും ഞാൻ അവിടെ ന്യൂസിൻ്റെ തലവനായി ചെല്ലുകയും ചെയ്തു. എവിടെ ചെന്നാലും ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഉണ്ടാവാറുണ്ട്. ഒരു പ്രതിപക്ഷം നമുക്ക് എവിടെ ചെന്നാലും ഉണ്ടാവാറുണ്ട്. സാധാരണ ആ പ്രതിപക്ഷം അത്ര ശക്തമാവാറില്ല. പക്ഷെ അമൃത TVയിലെ പ്രതിപക്ഷം നല്ല ശക്തമായിരുന്നു. ആ ഇത് കാരണം പലപ്പോഴും ഞാൻ ഓഫീസിൽ പോകാതിരുന്നു. ചില ദിവസം ഓഫീസിൽ പോവില്ല. ഓഫീസിൽ പോയില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഒരു 12 മണിയാകുമ്പോൾ നമ്മൾ പുറത്തിറങ്ങും ഉച്ചയ്ക്ക്. എന്നിട്ട് മടങ്ങി വന്ന് ഊണ് കഴിച്ച് കിടന്ന 5 മണിയാകുമ്പോൾ ആദ്യം പുറത്തിറങ്ങും.
എന്തിനാണെന്നറിയാലോ? ഇതൊരു പ്രശ്നമായി. ഓഫീസിൽ പോകണമില്ല. ഓഫീസിൽ പോകേണ്ട ഇവിടെ മര്യാദയ്ക്ക് ഇരുന്ന കുഴപ്പമില്ല, അതുമില്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ വല്ലപ്പോഴൊക്കെ 2-3 ദിവസം ഒന്നും ഓഫീസിൽ പോയില്ലെങ്കിൽ ഈ പുറത്തു പോണ പരിപാടി നിർത്തിയിട്ട് ഞാൻ വീട്ടിലിരുന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, there's a lovely life being built up at home. വീട്ടിലൊരു മനോഹരമായ ജീവിതം ഉണ്ടെന്ന്. നമ്മൾ കാണാത്ത, നമ്മളറിയാത്ത, നമ്മൾ ഓഫീസിൽ വലിയ ആളൊക്കെ ആയിരിക്കും, പക്ഷെ ഇവിടെയുള്ള ഈ ചെറിയ സ്ഥലത്ത്, ഈ വീടിനുള്ളിൽ ഉള്ള മനോഹരമായ ജീവിതത്തെ പറ്റി നമുക്കൊന്നും അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അത് ഫിലിം ചെയ്തോളൂ, നമുക്കത് ഡോക്യുമെൻ്റ് ചെയ്തോളൂ. ക്യാമറയായിട്ട് വന്ന് അമ്മയുണ്ട് എൻ്റെ കൂടെ. അമ്മ തൃശ്ശൂരായിരുന്നു. ഏട്ടൻ്റെ KPC ഉണ്ടായിരുന്ന പ്രേമേന്ദ്രൻ്റെ ഇതിനിടയ്ക്ക് ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ചു കേട്ടോ. ഏഷ്യാനെറ്റിലുള്ള കാലത്ത് തന്നെ, അത് ഏഷ്യാനെറ്റിന് മുമ്പ് തന്നെ സിനിമയിലൊക്കെ അഭിനയിച്ചു. സിനിമയിൽ അഭിനയിച്ചു വെച്ചാൽ ആദ്യം അഭിനയിച്ചത് ജോൺ അബ്രഹാമൻ അമ്മ അറിയാനിൽ ഒരു ഷോട്ടിൽ എൻ്റെ മൂത്ത മകൻ, അന്ന് ചെറിയ കുട്ടിയാണ്, അച്ഛൻ ആത്മഹത്യ വെച്ചാൽ എന്താന്ന് ചോദിക്കുന്ന ഒരു സീനാണ്. രണ്ടാമത് എക്സ്പ്രസിൽ തന്നെ ജോലിയുള്ള സമയത്ത് 6 മണി 5:30 ആകുമ്പോൾ കമ്പോസിറ്റർമാരൊക്കെ ചായ കുടിക്കാൻ പോകും. 6 മണിക്ക് അവർ തിരിച്ചു വരും. അപ്പോഴേക്കും 1-ാം പേജിലെ ബാറ്റർ ഏതാണ്ടൊക്കെ റെഡി ആയിരിക്കും. അതൊക്കെ തിരക്കിട്ടുള്ള ആ സമയത്താണ് പവിത്രൻ ഒരാളെ കൊണ്ടുവരുന്നത്. ഇയാൾ ചിന്തരവി എന്ന് പറഞ്ഞ ആളാണ്. അയാളൊരു സിനിമ എടുക്കാൻ പോവാണ്. അതിൽ നമ്പൂതിരിയുടെ റോളുണ്ട്, മെയിൻ റോളാണ്. അത് നീലം ചെയ്യണമെന്നാണ്. ഞാൻ പറഞ്ഞു, ഒന്നാമത് 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് പണ്ട് ഞാൻ 4-ാം ക്ലാസ് പഠിക്കുമ്പോൾ നാടകത്തിൽ അഭിനയിച്ചതല്ല, എൻ്റെ വേറെ ഒന്നുമില്ല. കാര്യം അന്ന് ഞാൻ വെള്ളത്തോളിനെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ പിന്നെ അഭിനയൊന്നും ഉണ്ടായിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏട്ടൻ അന്ന് KPSC നാടകത്തിൽ മുഴുവൻ ഉണ്ടാവുകയും അയാൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടാതെ അതിലിത്തിരി ദുഃഖിതനായിരിക്കുകയും ചെയ്യുന്ന കാലമാണ്. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് ഇതിലൊന്നും കാര്യമില്ലാത്ത ആൾ കയറി സിനിമ അഭിനയിക്കുന്നത് ശരിയാവില്ല. അപ്പം ഏട്ടൻ പറഞ്ഞു അതൊന്നും കാര്യമില്ല, താൻ അഭിനയിക്കാത്തതുകൊണ്ട് എനിക്ക് കിട്ടുമൊന്നുമില്ല, തനിക്ക് കിട്ടിയ ഇത് കളി. അപ്പോൾ നിലമ്പൂർ ബാലേട്ടൻ്റെ അതാ പറഞ്ഞത്, പ്രേമന് ചെയ്യാവുന്ന പണി അയാൾ ചെയ്യുന്നുണ്ട്, തനിക്ക് ചെയ്യാവുന്ന പണി ഞാൻ ചെയ്യാം. അങ്ങനെ ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടാണ് ഞാൻ സിനിമ എനിക്ക് നിലമ്പൂർ വെച്ചിട്ട് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. ഞാനുണ്ടായിരുന്നു, മൊകേരി രാവേന്ദ്രൻ, സുഹൈബ് എന്ന് പറഞ്ഞ ഒരു ആള്, നിലമ്പൂർ ബാലേട്ടൻ, ചിന്തരവി എൻ്റെ ഡയറക്ടർ. അപ്പം ആദ്യത്തെ ഷോട്ട് തന്നെ ഈ നമ്പൂതിരി ഒരു പാറപ്പുറത്തിരിക്കുന്ന വളരെ നിസ്സംഗനായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വളരെ നിസ്സംഗനായിട്ടിരുന്ന് ആ ഷോട്ട് എടുത്തു. എന്നിട്ട് നിസ്സംഗത എങ്ങനെയുണ്ടെന്ന് അറിയാൻ എനിക്ക് ക്യാമറമാൻ്റെ മുഖത്ത് നോക്കി. അവിടെ അതിനും വലിയ നിസ്സംഗതയാണ്. ക്യാമറമാൻ നമ്മുടെ ഷാജിയൻ കരുള, അങ്ങനെ ഒരു ഭാവമൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെയാണ് ഷാജി വേറൊരു ഫിലിമിന് ഷൂട്ട് ചെയ്യാൻ പോയി. അപ്പോൾ സണ്ണി ജോസഫ് വന്നു. സണ്ണി ജോസഫ് വന്നപ്പോൾ സണ്ണി ജോസഫ് അന്ന് എൻ്റെ ഐസൻസിനെ പറ്റിയുള്ള ഒരു പുസ്തകം ഇറങ്ങിയിരുന്നു. സണ്ണി ജോസഫ് വന്ന ദിവസം തന്നെ എന്നോട് പറഞ്ഞു, ചേട്ടൻ്റെ ഐസൻസ്റ്റീൻ പുസ്തകം വായിച്ചു, വളരെ ഗംഭീരമുണ്ട്. അതെനിക്ക് തന്ന ആത്മവിശ്വാസം വളരെ പ്രധാനമായിരുന്നു. ഒന്ന്. രണ്ടാമത്, ഷാജി എന്നെ ഉപേക്ഷിച്ച് പോയത് എൻ്റെ അച്ഛനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിറവി ഷൂട്ട് ചെയ്യാൻ പോയതാണ്. അപ്പോൾ മകനെ ഉപേക്ഷിച്ച് അച്ഛനെ ഷൂട്ട് ചെയ്യാൻ പോയതാണ് അന്ന് ഷാജി. ഈ പിറവി ഒരുപക്ഷെ ഷാജിയുടെ ഈ അന്തർമുഖത്തുണ്ടല്ലോ, ഷാജി ഞാൻ മുഖത്ത് നോക്കിയപ്പോൾ നിസ്സംഗനായിരുന്നു എന്ന് പറഞ്ഞില്ല. ആ ഷാജി ശരിക്കും പറഞ്ഞാൽ ഷാജിയോട് തന്നെ ഒരുപാട് സംസാരിക്കുന്നുണ്ടാണ്. അതുകൊണ്ടാണ് പിറവി ഇത്ര ഗംഭീര സിനിമയായി മാറിയത്. ഷാജിയോട് തന്നെ സംസാരിക്കുന്നുണ്ടാണ്. അച്ഛൻ്റെ സിനിമയ്ക്ക് അഭിനയിക്കാൻ പോയി, മടങ്ങി വന്നു, നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു. അത് വലിയ വിവാദമായി. ഒരേ തോൽ പക്ഷികളും പിറവിയും, ഒരേ തോൽ പക്ഷികളും ഞാൻ മെയിൻ റോൾ അഭിനയിക്കുന്നു, പിറവിയിൽ അച്ഛൻ മെയിൻ റോൾ അഭിനയിക്കുന്നു. തമ്മിൽ സംസ്ഥാന അവാർഡിന് മത്സരമായി.
മികച്ച സംവിധായകനായിട്ട് ഷാജിക്കുള്ള അവാർഡ് കൊടുത്തു. മികച്ച ചിത്രമായിട്ട് ഒരേ തൂവൽ പക്ഷികളും വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു മികച്ച സംവിധായകന്റെ ചിത്രമാണ് ഏറ്റവും മികച്ച ചിത്രം, ഈ അവാർഡ് നിർണ്ണയം ശരിയല്ല. അത് നാഷണൽ അവാർഡിന് പോയപ്പോൾ പിറവി മികച്ച ചിത്രമായി, അച്ഛൻ മികച്ച നടനായി, ഒരേ തൂവൽ പക്ഷികൾക്ക് മികച്ച മലയാള ചിത്രത്തിന് കിട്ടിയോ സംശയം, അറിയില്ല, ഓർമ്മയില്ല. അതായത് ഇത് ഈ പിറവിയും ഒരേ തൂവൽ പക്ഷികളും തമ്മിലുള്ള മത്സരം ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കി. നാഷണൽ അവാർഡ് മേടിക്കാൻ ഞാനും അച്ഛനും ഒന്നിച്ചാണ് പോയത്. സാധാരണ അവർ ഒരാൾക്കുള്ള ടിക്കറ്റ് കൊടുക്കുള്ളൂ, ഈ പ്രായം കണക്കാക്കിയിട്ട് രണ്ടുപേർക്ക് ഒന്ന് ഞാനും അച്ഛനും കൂടി പോയി. അച്ഛൻ കൈ പിടിക്കാൻ സമ്മതിക്കില്ല, വയസ്സായാലും കൈ പിടിക്കാൻ സമ്മതിക്കില്ല. അത്രയ്ക്കാവുമ്പോൾ പറയാമെന്ന് പറയും. എൻ്റെ ഏട്ടൻ്റെയൊക്കെ തോളത്ത് കൈയിട്ട് നടക്കാറുണ്ട് അച്ഛൻ, പക്ഷെ കൈ പിടിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞങ്ങൾ അവാർഡ് മേടിക്കാൻ പോയി. അവാർഡ് മേടിക്കാൻ പോയപ്പോൾ അന്ന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് അശോക് കുമാറിനാണ്. അശോക് കുമാർ ഇവിടെ ഇരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു, അച്ഛൻ ഇവിടെ ഇരിക്കുന്നു. അപ്പം അശോക് കുമാറിന് വളരെ കൗതുകം തോന്നി, ഇത്രയും പ്രായമായിട്ടുള്ളൊരു നടൻ ആരാ എന്താ. അപ്പം എന്നോട് അദ്ദേഹം ഇംഗ്ലീഷിലാണ്, അപ്പം അച്ഛന് ഇംഗ്ലീഷ് പറയാൻ പറ്റാത്തതുകൊണ്ട് എന്നോട് സംസാരിച്ച് ഞാൻ അച്ഛനോട് പറഞ്ഞു. അത് അച്ഛൻ അവാർഡ് മേടിക്കാൻ പോയി. അവാർഡ് മേടിക്കാൻ പോയപ്പോൾ ഇതുപോലെ കൈ പിടിക്കാമെന്ന് വെച്ചില്ല. എനിക്ക് അങ്ങോട്ട് പേടിയായിട്ട് ഈ മനുഷ്യനെ കയറിപ്പോയി. അവിടെ മുഴുവൻ കേബിളുകളാണ്, ഈ ടെലിവിഷൻ ചാനലുകൾ, അതിലങ്ങ് തട്ടിത്തടഞ്ഞ് വീഴുമോ. അച്ഛൻ ആരുടെ കൈയൊന്നും പിടിച്ചില്ല, വടികുത്തി പിടിച്ചെന്നെ പോയി അവാർഡ് വാങ്ങി തിരിച്ചു വന്ന് ഇവിടെ ഇരുന്നു. അടുത്ത അവാർഡ് KS ചിത്രയ്ക്കാണ്, മികച്ച ഗായിക. KS ചിത്ര അവാർഡ് മേടിച്ച് മടങ്ങി വന്ന് അശോക് കുമാറിൻ്റെ കാല് തൊട്ട് തലയിൽ വെക്കുകയും അച്ഛനെ കാണാതെ പോവുകയും ചെയ്തു. എനിക്കത് വല്ലാത്തൊരു വേദനയായി. ഈ വൃദ്ധനിപ്പോൾ ഇപ്പുറത്തിരിക്കുന്നില്ലേ, അച്ഛനെ കാണാനിരിക്കുക. അച്ഛനൊരു ഭാവം ഇതൊന്നുമില്ല. അവാർഡ് ദാനം കഴിഞ്ഞിട്ട് പിറവി കാണിച്ചു, ഫിലിം കാണിച്ചു. ഫിലിം കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ജനക്കൂട്ടം. അച്ഛൻ്റെ എല്ലാവർക്കും ഓട്ടോഗ്രാഫ് വേണം. എന്ത് ഈ ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ അച്ഛൻ ചോദിക്കുക, എന്താണ് ഈ ഓട്ടോഗ്രാഫ്? ഒന്നുമില്ല, അതിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി. അച്ഛൻ ഒപ്പിട്ട് അച്ഛന് മടുത്തു. അവസാനം ഞങ്ങൾ രണ്ടാളും കൂടി തിരിച്ച് അശോക് ഹോട്ടലിലെത്തി. അച്ഛൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, എന്താ, എനിക്ക് സ്മോള് വേണം, ഒരു സ്മോൾ ഇപ്പോൾ വേണം. ഏത് അച്ഛനാ മകനോട് ഇങ്ങനെ പറയാതെ എനിക്കറിയില്ല. അതായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പോൾ സോമൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സുഹൃത്തുണ്ട്, അയാളുടെ ബൈക്കിൻ്റെ സീറ്റ് പൊക്കിയ ഒരു പൈൻ്റെ അവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. സോമൻ പോയി കൊണ്ടു, അച്ഛനത് കഴിച്ചു, ഭക്ഷണം കഴിച്ചു, അച്ഛൻ കിടന്നു, ഞങ്ങൾ കഴിച്ചു, വർത്താനൊക്കെ പറഞ്ഞിരുന്നു കഴിച്ചു. ഇതാണ് എൻ്റെ അച്ഛൻ. അപ്പം ഇത് കഴിഞ്ഞ് ഞാൻ അമൃതയിൽ വന്ന കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് ലീവ് എടുത്ത് വീട്ടിലിരിക്കുമ്പോൾ ഒക്കെ ഉള്ള സ്ഥിരം ഏർപ്പാടെന്ന് വെച്ചാൽ ഉച്ചയാകുമ്പോൾ ഒന്ന് പുറത്ത് പോകും, ഊണിഴിച്ച് കിടക്കും, വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും പുറത്ത് പോകും, ഊണിഴിച്ച് കിടക്കും. ഇങ്ങനെയായിരുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞു, ഇത് ലീവ് എടുക്കുന്നത് കൊള്ളാം, പക്ഷെ ഈ പുറത്ത് പോക്ക് ശരിയാവില്ല എപ്പോഴും എല്ലാ. അപ്പം എനിക്കും തോന്നി ശരിയാണത്. ഞാൻ പുറത്തു പോയില്ല. പുറത്തു പോകാതെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ കഴിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ വീട്ടിൽ അതിമനോഹരമായ ജീവിതമുണ്ടെന്ന്, വിച്ച് ഹാസ് ടു ബി ഡോക്യുമെൻറ്റഡ്. അമ്മയുണ്ട്, അന്ന് എൻ്റെ ഭാര്യയുണ്ട്, ഞാനുണ്ട്, എൻ്റെ മകനും മകൻ്റെ ഭാര്യയും തൊട്ട് താഴത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്. അവരുടെ കുട്ടിയുണ്ട്, അപ്പു എന്നിട്ട്, ചെറിയ കുട്ടിയവൻ. ഈ അമ്മയും അവനും തമ്മിലുള്ള സൗഹൃദം ഇതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഞാനന്ന് സണ്ണി ജോസഫിനെയാണ് വിളിച്ചത്, എനിക്കിങ്ങനെ ഒരു ഫിലിം ചെയ്യണമെന്നുണ്ട്. വീട്ടിൽ അമ്മയാണ്. സണ്ണിക്ക് അന്ന് തിരക്കായിരുന്നു. സണ്ണിയാണ് ഈ ഷഹനാദ് ജലാൽ എന്ന് പറഞ്ഞ ക്യാമറമാനെ എനിക്ക് വിട്ടുന്നത്. അജയൻ എന്ന് പറഞ്ഞിട്ടൊരു ഓഡിയോഗ്രാഫർ ഉണ്ട്, അയാളും. ഐ മെയ്ഡ് ദ ഫിലിം. അതിൽ എൻ്റെ ഭാഗ്യം എന്താ വെച്ചാൽ അമ്മയെ ആ സിനിമ കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അമ്മയെ ആ സിനിമ കണ്ടു, അമ്മയെ കൊണ്ടുപോകാൻ പറ്റി എനിക്ക്. അമ്മ സിനിമ കണ്ടിട്ട് മടങ്ങി വന്നിട്ട് അമ്മ ഒന്നും മിണ്ടിയില്ല.
എനിക്ക് വിഷമമായി. അമ്മയ്ക്ക് ഇനി ഇഷ്ടമില്ലേ സിനിമ. ഊണ് കഴിഞ്ഞ് അമ്മ കിടക്കാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അവനിങ്ങോട്ട് വിളിക്കുകയെന്ന് പറഞ്ഞു. ചീത്ത പറയാനാണാവോ എന്താണാവോ. ഞാൻ ചെന്നു അമ്മ ഷെയ്ക്കാൻ്റെ കൈ ഇങ്ങനെ. അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ നാഷണൽ അവാർഡ്. അമ്മ വെറുത്ത കൈയെങ്കിലും മുറുക്കി പിടിച്ചു ഷെയ്ക്കാൻ്റെ. പിന്നെ അതിന് നാഷണൽ അവാർഡ് കിട്ടി, സ്റ്റേറ്റ് അവാർഡ് കിട്ടി, എല്ലാം ചെയ്തു. അതിന് ശേഷമാണ് അച്ഛനെ പറ്റി സിനിമ എടുക്കുന്നത്. അച്ഛനെ പറ്റി ഒരു പുസ്തകം അതിനിടയ്ക്ക് എഴുതിയിട്ടുണ്ട്, അച്ഛൻ തന്നെ പേരിൽ. പിന്നെ അച്ഛനെ പറ്റി സിനിമ എടുത്തു. അപ്പം അച്ഛനെ പറ്റി സിനിമ എടുക്കുമ്പോൾ അത് PRDക്ക് വേണ്ടി ചെയ്തതാണ്. എൻ്റെ അനിയനുണ്ട്, ഞങ്ങൾ 5 പേരുള്ളത്. ഒന്ന് പറയാൻ, KPSC എടുക്കുന്ന പ്രശസ്തനായ നടനായിരുന്നു. രണ്ടാമത്തെ ആൾ ഞാനാണ്. മൂന്നാമത്തെ ആൾ ഹരി എന്നിട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം മരിച്ചു. ഇവർ രണ്ടുപേരും മരിച്ചു. ഏട്ടനും മരിച്ചു, അനിയനും മരിച്ചു. നാലാമത്തെ ആൾ കേണലായിരുന്നു, ആർമിയിൽ റിട്ടയർഡ് കേണൽ, ഇന്ദുയുടൻ. അഞ്ചാമത്തെ ആണ് പെങ്ങള് സതി. ഇന്ദുവിന് ശരിക്കും അച്ഛൻ്റെ തനി രൂപവും ആ ആചാരഭാവത്വവും നടത്തവും, അയാളെ അച്ഛൻ്റെ റോളിലേക്ക് അയാളെ എടുത്തിട്ട് 1.5 മണിക്കൂർ PRDക്ക് വേണ്ടി ഞാൻ ഫിലിം ചെയ്തു. അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. നാഷണൽ അവാർഡൊന്നും കിട്ടിയില്ല, സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അത് കിട്ടി. ഇതിനിടയ്ക്ക് അച്ഛൻ തൊട്ട് പുസ്തകവും ഞാൻ എഴുതുന്നുണ്ട്. അങ്ങനെ അമൃതയിൽ വർക്ക് ചെയ്യുന്ന കാലത്താണ് ഞാൻ ഈ ഫിലിമുകളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ അമൃതയിൽ നിന്ന് വിടാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എല്ലാത്തിനും ഉണ്ടല്ലോ ചില ഈ ചിലയിടത്തൊക്കെ അവസാനിക്കണല്ലോ. അങ്ങനെ വിടാൻ ഉള്ള കാരണം ഉണ്ടായത്, അമൃത വിട്ടു. പിന്നെ കുറച്ചു നേരമൊക്കെ ഇവിടെ പ്രസ് ക്ലബിലൊക്കെ ക്ലാസ് എടുത്തിരുന്നു, മീഡിയ അക്കാഡമിയിൽ ക്ലാസ് എടുത്തിരുന്നു. അധ്യാപനത്തിൽ എന്താ വെച്ചാൽ ഒന്നാമത് തിയറി എനിക്ക് ടഫായിട്ട് കൃത്യമായിട്ട് അറിയാം. അപ്പം മൊണ്ടാഷ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അതിൻ്റെ തിയറി എനിക്കറിയാം. ഐസൻസ്റ്റീൻ ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഞാനാണ്. ഐസൻസ്റ്റീൻ പാഠവും പഠനവും എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എൻ്റെ ഉണ്ട്. അപ്പം അതിൻ്റെ തിയറി എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആ തിയറി അറിയാവുന്നതുകൊണ്ട് വിഷ്വൽ കാണിച്ചു കൊടുത്താൽ വിഷ്വൽ കൃത്യമായിട്ട് എങ്ങനെയാണ് അത് എഡിറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത് എന്താണ് എന്ന് മാത്രമല്ല, ഐസൻസ്റ്റീൻ അപ്പുറമുണ്ട്. മിസൻസീൻ തിയറി എന്നുണ്ട്, വേറെ അതിനപ്പുറം പോയിട്ടുണ്ട് തിയറി. അപ്പം ഈ തിയറി വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഈ വിഷ്വൽ കാണിച്ച തിയറി പറഞ്ഞു കൊടുക്കാനായിട്ട് കണിശമായിട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ രാത്രി ഈവനിങ് ക്ലാസ്സിലും എടുത്തിട്ടുണ്ട്, കുറേ മോർണിംഗ് ക്ലാസ്സിലും എടുത്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഗോപനെ പരിചയപ്പെടുന്നത്. ഗോപനൊന്ന് കണ്ണാടി ചെയ്യുന്ന കാലമാണ് ഏഷ്യാനെറ്റിൽ. അപ്പോൾ കണ്ണാടി ഞായറാഴ്ചയാണ് ടെലികാസ്റ്റ് ചെയ്തിരുന്നത് എൻ്റെ ഓർമ്മ. വെള്ളിയാഴ്ച ഗോപൻ വരും ഉച്ചയ്ക്ക്. ഇത് കണ്ണാടി ചർച്ചകളാണ്. അപ്പം കണ്ണാടി ചർച്ചകൾ ചെയ്യുമ്പോൾ ഓരോ നിൽക്കുന്ന സ്റ്റോറീസ് വന്നിട്ടുണ്ടാവും. ഈ സ്റ്റോറീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ടായിരുന്നത് കെ ജയചന്ദ്രൻ്റെ സ്റ്റോറീസാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ണാടിയൊക്കെ പ്ലാൻ ചെയ്ത് ഉണ്ടാൻ പോണതിന് മുമ്പ് ഞങ്ങളൊന്ന് പുറത്തു പോയി വരികയും ചെയ്യും, ഞാൻ ഗോവയും കൂടി. അന്ന് കണ്ണാടി എഡിറ്റിംഗാണ്. വെള്ളിയാഴ്ച രാത്രി, കാളരാത്രിയാ എല്ലാവർക്കും. കാരണം ആ ടേപ്പ് എത്തിയിട്ടില്ല, ഈ ടേപ്പ് എത്തിയിട്ടില്ല. അന്നൊക്കെ ടേപ്പുകളാണ്, ടേപ്പ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ബഹളമായിരിക്കും. അങ്ങനെ എഡിറ്റിംഗ് കഴിഞ്ഞ് മ്യൂസിക് ഒക്കെ മിക്സ് ചെയ്യാം. ഇപ്പോഴും ഞാൻ അജയൻ തൊണ്ട് ഒരു മ്യൂസിക് ഓഡിയോഗ്രാഫർ ഉണ്ട്. അജയനോട് പറയും, ഗോവൻ പറയും ന്യൂട്രൽ മ്യൂസിക് എന്ന് പറയും. അങ്ങനെയൊന്നും ഇല്ലയെന്ന് ഞാൻ അജയനോട് വാദിക്കും. ഇവിടെ പൂച്ചയുണ്ട്, പൂച്ച ശബ്ദം ഉണ്ടാക്കുമ്പോൾ അത് കുട്ടികളോട് സംസാരിക്കുന്നത് ഒരു 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 ടോണിലാണ്, ഒരു ട്യൂണിലാണ്. അവർ ശകാരിക്കുന്നത് വേറെ ട്യൂണിലാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ന്യൂട്രൽ അല്ല അതൊന്നും. എല്ലാ ശബ്ദത്തിനും അതിൻ്റെതായ ധ്വനികളും അർത്ഥങ്ങളും ഉണ്ട്. അങ്ങനെ ഗോപൻ്റെ കൂടെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗോപൻ പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ചീഫ് ഒക്കെ ആയി.
മരിച്ചും പോയി. അല്ല, ഗോവൻ വളരെ വൃത്തിയായി, എന്തും വളരെ വൃത്തിയായി പ്ലാൻ ചെയ്ത്, കുറച്ചധികം വൃത്തി, അവരുടെ ക്രിയേറ്റിവിറ്റി കുറച്ച് കുറയുമെന്ന് എനിക്ക് സംശയം. കണക്കാണ് കൂടുതൽ, കലയേക്കാളധികം കണക്ക് ശ്രദ്ധയുള്ള ഒരാളായിട്ടാണ് എൻ്റെ വിലയിരുത്തൽ ഗോവൻ. മറ്റേ കുറച്ച് ഇപ്പൊ ജയന്തന്റെ കാര്യത്തിലൊക്കെ 100% കല മാത്രമേ ഉള്ളൂ, കണക്കില്ല, ഒരു രക്ഷയില്ല. ഗോവൻ അങ്ങനെയില്ല, വളരെ കൃത്യമായി കണിശമായി. കാരണം ഈ ജേർണലിസത്തില് ഓരോ വാക്കും ഉപയോഗിക്കുന്ന ആ ശ്രദ്ധ ഉണ്ടല്ലോ, ആ ശ്രദ്ധ തന്നെയാണ് ഓരോ ഷോട്ട് ഉപയോഗിക്കുമ്പോഴും ഗോവൻ ഉണ്ടായിരുന്നു. അവൻ വളരെ ശ്രദ്ധിച്ച് കണക്കാക്കി വൃത്തിയായി ഇത് ചെയ്യുന്ന ഒരാളായിരുന്നു ഗോവൻ. പക്ഷെ അതിന്റെ കുഴപ്പമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയില്ല. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കല കുറയുകയും കണക്ക് കൂടുകയും ചെയ്തു എന്നുള്ള അത് ജയന്തന്റെ നേരെ വിപരീതമാണ്. കണക്കില്ല തന്നെ, കല മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. ഇത് രണ്ട് എക്സ്ട്രീംസാണ്. പക്ഷെ രണ്ടും ശരിയാണ്. അതിന് അവരവരുടെ വഴിയിൽ രണ്ടും ശരിയാണ്. ഗോവൻ പക്ഷെ വളരെ വൃത്തിയായിട്ട് ചെയ്തു തീർക്കും. ഗോവന് വർക്ക് ഏൽപ്പിച്ചാൽ വർക്ക് വളരെ വൃത്തിയായിട്ട്, അയാളെ എഴുത്തിൽ ഉള്ള ഒരു വൃത്തി ഉണ്ടല്ലോ, ഈ വാക്ക് ഇന്ന വാക്ക് ഉപയോഗിക്കണം, ആ വാക്ക് ഉപയോഗിക്കുന്ന ആ കണിശത, ആ വൃത്തി, അതൊക്കെ ഈ വിഷ്വൽ ഇതിൽ നമ്മളങ്ങനെയല്ല, കൈവിട്ട് കളയും ചിലപ്പോൾ. അതായത് അതിന്റെ രസം അതാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. അങ്ങനത്തെ രസം വേണ്ട എന്നാണ് ഗോവന്റെ അഭിപ്രായം. വൃത്തിയാണ് പ്രധാനം. അങ്ങനെ അങ്ങോട്ട് അഭിനമിക്കരുത്. അതിൽ ഞാനൊക്കെ അതിൽ അഭിനമിച്ചു പോകുന്ന ആളാണ്. അതൊരു പോരായ്മയായിട്ടും വേണമെങ്കിൽ പറയാം. പക്ഷെ ഗോവന് കണിശാണ്, എല്ലാം കണിശാണ്. വാക്കുപയോഗിക്കുന്ന അയാള് ഗംഭീരമായിട്ട് ഇംഗ്ലീഷ് എഴുതുകയും അതുപോലെ തന്നെ ഗംഭീരമായിട്ട് മലയാളം എഴുതുകയും ചെയ്ത ഒരാളാണ്. ആ വാക്കുപയോഗിക്കുന്നതിലൊക്കെ വളരെ കണിശത ഗോവനുണ്ടായിരുന്നു. അത് തന്നെ വിഷ്വൽ ഉപയോഗിക്കുമ്പോഴും ഗോവന്റെ ഇതിലുണ്ടായിരുന്നു. പിന്നെ വേറൊരാളാണ് BRP ഭാസ്കർ. ബാബു സാറ് ഞങ്ങളുടെ ന്യൂസിന്റെ ഉപദേഷ്ടാവായിരുന്നു. വളരെ അത്ഭുതകരമായ ഒരു കാര്യം, തകഴി മരിക്കാൻ കിടക്കുക. അപ്പൊ അയ്യപ്പ പണിക്കർ സാറ് ഞങ്ങളുടെ ഓഫീസിന്റെ തൊട്ട് അടുത്താണ് അന്ന് താമസിച്ചിരുന്നത്. അപ്പോൾ തകഴിയെ പറ്റി ഇംഗ്ലീഷിലൊരു ചെറിയ ബുക്ക്ലെറ്റ് സാഹിത്യ അക്കാദമിക്ക് വേണ്ടി, കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വേണ്ടി തയ്യാറാക്കിയത് അയ്യപ്പ പണിക്കർ സാറാണ്. അപ്പോൾ ബാബു സാർ പറഞ്ഞു, നീല ഒരു അരമണിക്കൂർ പ്രോഗ്രാം ചെയ്യണം തകഴിയെ പറ്റി. ഞാനിതിന് പണിക്കർ സാറിൻ്റെ അടുത്ത് വന്നു. പണിക്കർ സാറിന് ഭയങ്കര ചൂടായി. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോഴേക്കും താനും ഇവിടെ ശവപ്പെട്ടി റെഡിയാക്കുകയാണ് അല്ലേ. അപ്പം എന്താണ് സാർ, എൻ്റെ പണി അതാണ്, ആയിപ്പോയി. തൻ്റെ പണിയാന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോ, എൻ്റെ പണി അതല്ല. എന്നെ ആട്ടി പുറത്താക്കി. എന്നിട്ട് ഞാൻ അവിടെ തന്നെ ബിജു മുതലായൊരു പണ്ട് പോയി ഷൂട്ട് ചെയ്തതിൻ്റെ ഫുട്ടേജസും എല്ലാം വെച്ച് ഞാൻ അരമണിക്കൂർ പ്രോഗ്രാം ചെയ്തു. അന്ന് ടേപ്പ് സിംഗപ്പൂർക്ക് അയക്കണം. അത് കാലത്ത് ഇവിടെ ഒരു ഉച്ചയാകുമ്പോൾ ഇവിടുന്ന്, അല്ല, ഒരു 6 മണി 7 മണിക്ക് ഇവിടുന്ന് പോയാൽ വൈകുന്നേരം അവിടെ കിട്ടാൻ. അങ്ങനെ ഞാൻ അരമണിക്കൂർ പ്രോഗ്രാം ഉണ്ടാക്കി. പിറ്റേ ദിവസം ബാബു സാറ് വന്ന് കണ്ടിട്ട് വേണം, അംഗീകരിച്ചിട്ട് വേണം ഈ ടൈപ്പ് അയക്കാൻ. പിറ്റേ ദിവസം ബാബു സാറ് വന്നില്ല. തകഴി മരിക്കാൻ കണ്ട് കേട്ടാണ്, ബാബു സാറ് വന്നില്ല. അത് കഴിഞ്ഞ് പിന്നത്തെ ദിവസമാണ് ബാബു സാറ് വരുന്നത്. ബാബു സാറ് വന്നിട്ട് ഇത് കണ്ടു, നന്നായിൻ്റെ നീലൻ പറഞ്ഞു. ഞാൻ അയച്ചു. 7 മണിക്ക് 6:30 അത് അവിടെ കിട്ടി. 7 മണിക്ക് തകഴി മരിക്കുക. ഞാൻ എൻ്റെ വല്ലാത്ത കുരുത്തങ്ങളെ ഒന്നായിട്ട് കണക്കാക്കി. ഈ മനുഷ്യൻ എനിക്ക് വേണ്ടി കാത്തു കിടന്ന വല്ലതും അനുഭവം എനിക്കത്. 7 മണിക്ക് തകഴി മരിക്കുന്നു. വാർത്തയിൽ പ്രധാന വാർത്ത അതാണ്, തകഴി അന്തരിച്ചത്. 7:30 ഞങ്ങൾ അരമണിക്കൂർ തകഴിയെ പറ്റിയ ഡോക്യുമെൻ്ററി കാണിക്കുക. അത്ഭുതപ്പെട്ടു പോയി ആൾക്കാർ. കാരണം തകഴിക്ക് അത്ര അസുഖം അങ്ങനെ ഒന്നും വല്ലാതെ സീരിയസ് ഒന്നും ആയിരുന്നില്ല. അച്ഛൻ്റെ തനി ചലന രീതികളും മറ്റുമാണ് ഈ അനിയനുണ്ടായിരുന്നത്. ആ ഹൈറ്റ്, അച്ഛൻ ഭയങ്കര ഹൈറ്റുള്ള ആളാണ്. പിന്നെ ഇങ്ങനെ കുമ്പിടാനുള്ള നടത്തം, നിവർന്നുള്ള നടത്തം,
അതൊക്കെ ഉള്ളതാണ്. അഭിനയിക്കാൻ പറ്റില്ല, ഏകലോചനൊന്നും പറ്റില്ല. അച്ഛൻ്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു ഇതാണ് ഏകലോചനം എന്ന് പറഞ്ഞാൽ, ഈ മുഖത്തിൻ്റെ പകുതി ദുഃഖവും മറ്റേ പകുതി സന്തോഷമായിട്ടുള്ള മുഖത്തിന്, ഒരേ മുഖത്തിൻ്റെ രണ്ട് ഭാഗം. അപ്പോൾ KG ശങ്കരപിള്ള പറഞ്ഞിട്ട് ഇതൊരു ഫ്രെയിം ചെയ്ത് മുഖത്ത് കാണിക്കുന്നേ ഉള്ളൂ, പക്ഷെ നമ്മുടെ മനസ്സിലൊക്കെ ഇത് തന്നെയാണ്. നിങ്ങൾ സന്തോഷം പറയുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പകുതി ഭാഗത്ത് ദുഃഖം തന്നെയാണ്. അങ്ങനെ ഞാൻ അച്ഛനെ പറ്റി എടുത്ത സിനിമ, ആ ഫിലിമിൻ്റെ പേര് തന്നെ ഒരു ഏകലോചന ജന്മം എന്നാണ്. ജീവിതം തന്നെ അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ മുഖത്ത് കാണിക്കുന്നതല്ല, ജീവിതം തന്നെ അങ്ങനെയാണ്. നിങ്ങൾ വളരെ സന്തോഷമെന്ന് നിങ്ങൾ നടിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ പകുതിയിൽ ദുഃഖം ഉണ്ടാവുക. അതിൻ്റെ അനിയനെ വെച്ച് ഞാൻ ചെയ്തു. അതിന് ഇതുപോലെ സ്റ്റേറ്റ് അവാർഡും. പിതൃ നിർഭരമാണ്. എൻ്റെ ഉള്ളിൽ മുഴുവൻ അച്ഛനാണുള്ളത്. അച്ഛനാണ് എൻ്റെ മോഡലായിരുന്നു. അപ്പോൾ വളരെ എളുപ്പമായിരുന്നു എനിക്കത്. അച്ഛനെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്നൊരു സാധനം അച്ഛനെ വ്യാഖ്യാനിക്കുക എന്നുള്ളതായിരുന്നു. ഏറ്റവും എളുപ്പമുള്ളതാണ്. കാരണം മുഴുവൻ അച്ഛനാണ് എൻ്റെ മോഡൽ. ഇയാളെ വെച്ച് എൻ്റെ അനിയനെ വെച്ച് അഭിനയിപ്പിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ എൻ്റെ അച്ഛനുണ്ട്. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ കൂടെ ഞാൻ ഡൽഹിക്ക് നാഷണൽ അവാർഡ് മേടിക്കാൻ പോയത്. അത് കഴിഞ്ഞ് എനിക്ക് സ്മോൾ വേണമെന്ന് മകനോട് പറയുന്ന അച്ഛനാണ് എൻ്റെ അച്ഛൻ. അത്രയും ഒരു സുഹൃത്തായിരുന്നു. കഴുത്തിൽ തോളത്ത് കൈയിട്ടിട്ട് നടക്കുന്ന ഒരു സുഹൃത്തായിരുന്നു. രാജൻ്റെ ആ ഈശ്വരവാര്യരുടെ പുസ്തകം, ഒരച്ഛൻ്റെ എന്താണ് ഓർമ്മക്കുറിപ്പുകൾ, അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള ഞാനാണ്. മെമ്മോയിസ് ഓഫ് എ ഫാദർ എന്നിട്ട് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിട്ടുള്ള ഞാനാണ്. അത് KG ശങ്കരപിള്ള പറഞ്ഞിട്ടാണ് ഞാൻ അത് തർജ്ജമ ചെയ്തത്. അന്ന് ഈശ്വരവാര്യർ ജീവിച്ചിരിക്കുന്ന കാലത്താണ്. അവിടെ തൃശ്ശൂർ പടിഞ്ഞാറേച്ചിറയുടെ അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിലായിരുന്നു ഈശ്വരവാര്യർ. പിന്നീട് ശങ്കരപിള്ള അവിടെ താമസിച്ചിട്ടുണ്ട്. വായനയുണ്ട്, എഴുത്തുണ്ട്. അതിപ്പോൾ ഭാഷാപണ്ഡിലൊരു നീണ്ട സാധനം ഞാൻ എഴുതിയിരുന്നു. അത് ഇപ്പോൾ DC ബുക്സിൽ കൊടുത്തിട്ട് അവർ പുസ്തകം ആയിട്ടില്ല ഇതുവരെ. അതിനെന്തൊക്കെയോ തടസ്സങ്ങൾ പറയേണ്ടത്. എൻ്റെ 10ാമത്തെ പുസ്തകവും ഈ വരുന്നത്. അച്ഛൻ എന്നുള്ള പുസ്തകമുണ്ട്. പിന്നെ സിനിമ സ്വപ്ന ജീവിതം എന്നൊരു പുസ്തകമുണ്ട്. കാഴ്ചയുടെ വെളിവ് എന്നൊരു പുസ്തകമുണ്ട്. ഐസൻസിൻ്റെ പാഠവും പഠനവും എന്നുണ്ട്. ഇപ്പോൾ ഇത് ഇറങ്ങിച്ച 10ാമത്തെ പുസ്തകം എന്നാണ് എൻ്റെ കണക്ക്. ഞാൻ പണ്ട് ഈ ദൃശ്യകല തൊട്ട് ഞങ്ങളൊരു മാഗസിൻ നടത്തിയിരുന്നു. പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഒന്നും ചെയ്യാൻ വയ്യ. ഇപ്പോൾ തൃശ്ശൂർ പൂങ്കുന്നത്ത് പീപ്പിൾസ് ക്ലബ്ബ് എന്നിട്ടൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അവിടുത്തെ ചെറുപ്പക്കാരുടെ, ഇടതുപക്ഷക്കാരുടെ. അവിടെ ഞങ്ങൾ ക്ലാസ് എടുക്കുമായിരുന്നു. ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ രാഷ്ട്രീയവും പറയും, കുട്ടികളോടാണെങ്കിലും. അങ്ങനെ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പ്രൊഫസർ V അരവിന്ദാക്ഷൻ, കേരള കോളേജിലെ പ്രൊഫസറായിരുന്നു, ഇടതുപക്ഷക്കാരനായിരുന്നു. മാഷ വീട്ടിൽ വെച്ചിട്ട് മീറ്റിംഗ് കൂടിയിട്ട് ഞങ്ങളൊരു നാടകവും കളിക്കുക, ഈ ചുമട്ടുകാരെ വെച്ചിട്ട് നാടകം കളിക്കുക, കൂടെ ഒരു മാഗസിനും ഇറക്കുക, ദൃശ്യകല എന്നിട്ട് മാഗസിനും ഇറക്കുക. അപ്പോൾ അങ്ങനെ പ്ലാൻ ഇട്ടു. എന്നിട്ട് ഇവർ വെച്ച് തന്നെ ലെക്സിൻ ടെനിബ്രിസ് എന്ന് പറഞ്ഞിട്ട് ബ്രെറ്റിൻ്റെ ഒരു നാടകം വേശ്യത്തെരുവിൽ വിളിച്ചെന്നിട്ട് അരവിന്ദാക്ഷൻ മാഷ് തർജ്ജമ ചെയ്ത് ഈ ചുമട്ടുകാരെ വെച്ച് ഞങ്ങൾ നാടകം കളിച്ചു. ചുമട്ടുകാരെ എബിയിലേക്ക് നാടകം കളിച്ച് അവരവരുടെ വഴിക്ക് പോയി. ദൃശ്യകല വീണ്ടും തുടർന്നു. ആ ദൃശ്യകലയിൽ ഇല്ലസ്ട്രേഷൻ മുഴുവൻ ചെയ്തിരുന്നത് നമ്പൂരിയാണ്. അതാണ് നമ്പൂരിയായിട്ടുള്ള ദൃശ്യകല എന്നുള്ള അതിൻ്റെ കവറ് പോലും വരച്ചിട്ട് നമ്പൂരിയാണ്. ഞാൻ തരാം, ഞാൻ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെറുതെ ദൃശ്യകല എന്ന് എഴുതിയിട്ടുള്ളതാണ് അതിൻ്റെ കവറ്. അതൊക്കെ പിന്നെ അതിൻ്റെ കളർ മാറ്റിയാൽ മതി. ഓരോ തവണയും നമ്മൾ അതിൻ്റെ കളർ മാറ്റുക. അവസാനം വർണ്ണപ്പതിപ്പോട് കൂടിയിട്ടുള്ള വർണ്ണങ്ങളെ പറ്റിയുള്ളൊരു സ്പെഷ്യൽ ഇഷ്യൂ. അത് സത്യേന്ദ്രനായ പതിപ്പുണ്ട്, അതിൻ്റെ ബംഗാളി നാടക പതിപ്പുണ്ട്, അതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ നാടകം സൂര്യവേട്ട എന്നുള്ള നാടകം അതിൽ വന്നിട്ടുണ്ട്. അവസാനം ഒരു വർണ്ണത്തെക്കുറിച്ചുള്ള പതിപ്പോട് കൂടിയാണ് അത് നിന്നത്. അപ്പം അന്നാണ് നമ്പൂരിയായിട്ടുള്ള ബന്ധം. അപ്പം ഞാൻ ഈ ദൃശ്യകല കൊണ്ട്
അത് വിൽക്കാനായിട്ട് കോഴിക്കോട്ട് പോകും. സൈക്കോ ഓഫീസുണ്ട് നമ്മുടെ വേർഡ് വാട്ടർ. സൈക്കോൻ്റെ ഒരു കോടിപ്പടി കയറി ബോളിൽ അവിടെ പോകും. ആ വേർഡ് വാട്ടറിനാണ് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യുക, കക്കാടിനെ പോയി കാണുക. ഞാൻ പറയും കക്കാടിനും നാടകവും സിനിമയ്ക്കായിട്ട് ഞാൻ പോയി കാണുക. അതിന് ഞാൻ കക്കാടിനെ പോയി കണ്ടു. കക്കാടിനെ പോയി കണ്ടപ്പോൾ കക്കാടാണ് പറഞ്ഞത്, എടോ ഞാൻ കണ്ട 2 എപ്പിക് ആയ അഭിനയം തന്നെ 2 പേരാ. ഒന്ന് കുഞ്ഞാണ്ടിയുടെ ഈഡിപ്പസ്. കുഞ്ഞാണ്ടി ആണ്ടിയേട്ടനെന്ന് മാതൃഭൂമിയിൽ കമ്പോസിറ്ററാണ്. ഞാൻ പണ്ട് KP കേശവനെ കാണാൻ ഞാൻ എക്സ്പ്രസിന് ജോലിയുള്ളപ്പോൾ മാതൃഭൂമിയിൽ ജോലി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അച്ഛൻ്റെ ഒരു കത്തും കൊണ്ട് KP കേശവനെ കാണാൻ പോയപ്പോൾ അവിടെ ഈ ടൈപ്പും കൊണ്ടിങ്ങനെ ആണ്ടിയേട്ടനെ കണ്ടിട്ടുണ്ട്. ഒന്ന് കുഞ്ഞാണ്ടി, മറ്റൊന്ന് തൻ്റെ അച്ഛൻ്റെ നമ്മളൊന്നിലെ പങ്കന്നായർ. അച്ഛൻ്റെ നമ്മളൊന്നിലെ പങ്കന്നായർ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ 3 മൈക്ക് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടാണ് നാടകം ചെയ്യുക. ഇതൊന്നുമില്ല. അപ്പോൾ പങ്കന്നായർ സ്റ്റേജിൻ്റെ ഒരു വശത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ ഈ മൈക്കുമ്പോൾ തലമുട്ടി. അച്ഛന് ഭയങ്കര ഹൈറ്റാണ്. മൈക്കുമ്പോൾ തലമുട്ടി. മൈക്ക് കിടന്ന് ആടാൻ തുടങ്ങി. ആൾക്കാർ ചിറിയായി. അച്ഛൻ എന്താ ചെയ്തറിയോ, ആ മൈക്ക് പിടിച്ച് നിർത്തി. എന്നിട്ട് അണിയറയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എടി ലക്ഷ്മിക്കുട്ടി, എത്ര കാലം ഞാൻ പറയണു ഈ ഭസ്മക്കൊട്ട എത്ര താഴ്ത്തി കിട്ടരുത്. ഇത് കക്കടോ, ഇതൊരു അത്ഭുതമാണ്. ഈ മൈക്കിനെ ആക്കാതില്ലേ, ഇതൊരു നടന് മാത്രം പറ്റുന്ന, കവിക്ക് പറ്റില്ല, സംഗീതത്തിന് പറ്റില്ല. ഇപ്പോ കലാവണ്ട രാമകുട്ടിയാര് ഹനുമാനാണ്, ലങ്കയിലേക്ക് ചാടുക. അപ്പൊ എങ്ങനെയാ അവതരിപ്പിക്കുക? ആ നേരമാകുമ്പോ ഒരു സ്റ്റൂള് വലിച്ചിടുക ചെയ്യുക. ഹനുമാൻ സ്റ്റൂള് വലിച്ചിടുക, എന്താ അത്? അതിന്റെ മുകളിൽ രാമകുട്ടിയാര് കയറിക്കും. ഇത് ഹനുമാൻ സ്റ്റൂളുമ്പോ കയറിക്കണേ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ചാട്ടുണ്ട്. ആ ചാട്ടത്തോടു കൂടി സ്റ്റൂളില്ലാതായി, ഹനുമാൻ ഉണ്ടായി, അത് ലങ്കയിലേക്ക് ചാടുകയും ചെയ്തു. ഈ അത്ഭുതം നാടകത്തിന് മാത്രമേ പറ്റുള്ളൂ, സിനിമയിൽ പറ്റില്ല, കവിതയിൽ പറ്റില്ല, എവിടെയും പറ്റില്ല. എന്താ എന്നോട് പറഞ്ഞിട്ടുള്ളത്? കക്കാട് ഇതൊക്കെ എഴുതാന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതൊന്നും എഴുതിയില്ല. സഫലവി യാത്ര എന്ന് പറഞ്ഞ ആള് സ്ഥലം വിടുകയും ചെയ്തു. അപ്പൊ ഈ ദൃശ്യകല ദൃശ്യകല ഞാൻ അത് ഷൂട്ട് ചെയ്യണം. നിങ്ങളത് ദൃശ്യകല കുറേ ഉണ്ടത്. അതിലാണ് അവറോധ ഫർണസസ് വന്നത്, സൂര്യവട്ട വന്നത്, പൊട്ടംകിൻ വന്നത്, ഇതൊക്കെ വന്നത് ദൃശ്യകലയിലാണ്. അപ്പോൾ ഈ ദൃശ്യകലയുടെ ആ കാലത്താണ് ഞാൻ ഈ കക്കാടുമായിട്ട് പരിചയപ്പെടുന്നതും നമ്പൂരിയായിട്ട് പരിചയപ്പെടുന്നതും. അങ്ങനെ നമ്പൂരി അന്ന് എൻ്റെ ഈ പുസ്തകത്തിന് ഇല്ലസ്ട്രേഷനൊക്കെ നമ്പൂരിയാണ് വരച്ചത്. ദേവൻ വഴിയാണ്. അന്നൊക്കെ വയ്യാൻ്റെ ആയിരുന്നു നമ്പൂരിക്ക്. നമ്പൂരിൻ്റെ മകൻ ദേവനാണ് അത് അച്ഛന് വരച്ചു കൊടുക്കണമെന്നിട്ട് വരച്ച് തന്നിട്ടുള്ളത്. അതാണ് നമ്പൂരിയിലുള്ള എൻ്റെ പരിചയം. നായ അത് KCS പണിക്കരെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു, അത് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല, ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അത് KCSൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ചിത്രമാണ് നായ. അതെ, നമ്പൂരിൻ്റെയാണ്. അല്ല, ഭാര്യയുടെ പേര് ഡീലേ. അല്ലല്ല, അത് എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ, എൻ്റെ അനിയൻ ഉണ്ടായിരുന്നു, അയാൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് കല്യാണം കഴിക്കാൻ തിരക്കായി. ഞാൻ അവിടെ കൊച്ചി യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. അയാൾ അവിടെ ഒരു തൃപ്പൂണിത്തുറ തമ്പുരാട്ടിയെ പ്രണയിച്ചു. ഏട്ടനാണെങ്കിൽ നാടകവും ഇതൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഏട്ടന് കല്യാണമൊന്നും പറ്റില്ല. അപ്പോൾ പറഞ്ഞ് ഈ 2 ജ്യേഷ്ഠന്മാർ ഇരിക്കുമ്പോൾ അനിയൻ്റെ കല്യാണം ശരിയാവില്ല, അതുകൊണ്ട് ഒരാൾ കൂടി കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ KPC അനിയൻ ഭട്ടതിരിപ്പാട് നിന്നിട്ട് എൻ്റെ അച്ഛൻ്റെ വളരെ അടുത്ത ഒരാളാണ്. അദ്ദേഹത്തോട് പറയും, അദ്ദേഹമാണ്
ഇവർ കണ്ടെത്തി. പിന്നെ അമ്മ അവസാന കാലത്ത് ഈ ഏട്ടൻ്റെ മകൻ്റെ ഭാര്യ പ്രസവിക്കുകയും ഓപ്പിള് ഏട്ടൻ്റെ ഭാര്യ ഓപ്പിള് ആ കുട്ടിയെ നോക്കാൻ വേണ്ടി ഞങ്ങളുടെ തൃശ്ശൂർ തറവാട്ടിൽ നിന്ന് പോവുകയും അപ്പോൾ അമ്മ ഒറ്റയ്ക്കായി. പിന്നെ വേണമെങ്കിൽ എൻ്റെ പെങ്ങളവൾക്ക് ജോലിക്ക് പോകണം. മറ്റയാൾ ആർമി, അയാൾ ഇടയ്ക്കിടയ്ക്ക് ബോംബെ പോരും ഒക്കെയാണ്. അപ്പോൾ അയാൾക്ക് പറ്റില്ല. അങ്ങനെ അമ്മ ഞാനും എൻ്റെ പെങ്ങളും കൂടി അമ്മയെ ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊടുന്ന് ഞങ്ങളവിടെ ഫ്ലാറ്റുണ്ട്, അവിടെ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ അവിടെയായിരുന്നു. അത് പിന്നെ അവസാന കാലത്ത് അമ്മ ഇവിടെ തന്നെയായിരുന്നു. മക്കൾ മൂത്താൾ അനിൽ, അയാൾ ഏഷ്യാനെറ്റിൽ മെയിൻ ചാനലിൽ ഗ്രാഫിക് ആർട്ടിസ്റ്റാണ്. രണ്ടാമത്തെ ആൾ അജിത്ത്, അയാൾ ഏഷ്യാനെറ്റ് ന്യൂസിലാണ്, അവിടെ വീഡിയോ ഇട്ടിട്ടാണ്. അനിൽ MA ലിറ്ററേച്ചറാണ്. രണ്ടാമത്തെ ആൾ ടെലിവിഷൻ പ്രൊഡക്ഷനിൽ പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. പിന്നെ അയാൾ ഇത് ഓപ്റ്റ് ചെയ്തതാണ്, വീഡിയോ എഡിറ്റിംഗ് ഓപ്റ്റ് ചെയ്തതാണ്. ഈ രണ്ടുപേർക്കും ഇങ്ങനെ പേരിടാനുള്ള ഒരു കാരണം, എൻ്റെ പേര് നീലകണ്ഠൻ എന്നാണ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടക്കുമ്പോൾ ഉച്ചയാവും നമ്മളെ വിളിക്കാൻ, നമ്മുടെ പേര് വിളിക്കാൻ. ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് ഉറക്കം വരും, ഒരു സുഖം ഉണ്ടാവില്ല, ആകെ മടുത്തിരിക്കും. അപ്പം എന്ന് വെച്ച് തുടങ്ങിയാൽ നേരത്തെ കഴിയുമല്ലോ. 10 മണിക്ക് ഇൻ്റർവ്യൂ വെച്ചാൽ 11 മണിയാകുമ്പോഴേക്കും ആള് മുറിയാമല്ലോ. അങ്ങനെ രണ്ടുപേർക്കും ഈ അനിലും അജിത്തും എന്ന് ഞാൻ പേരിടാൻ കണ്ടു. ഞങ്ങൾ അമ്പലമുക്ക് ഈ അതായത് എൻ്റെ അനിയനും താഴെയുള്ള അനിയൻ ആർമിയിലുള്ള കേടൽ, അയാളും പെങ്ങളും താമസിക്കുന്നത് കുറ്റുമുക്കിലാണ്, തൃശ്ശൂർ. ഞങ്ങൾ അമ്പലമുക്കിലാണ്. അപ്പം ഞാൻ പറഞ്ഞ എല്ലാവരും ഓരോ മുക്കിലിരുത്തേക്കാണ്. കുറ്റുമുക്കിലും ഞങ്ങൾ അമ്പലമുക്കിലാണ് താമസം. എനിക്ക് വേറൊരു ഫ്ലാറ്റ് ഉണ്ട് ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ. ആ ഫ്ലാറ്റിലായിരുന്നു ഞങ്ങൾ. അമ്മ അവിടെയായിരുന്നു ആദ്യം. പക്ഷെ ആ ഫ്ലാറ്റ് 4ാമത്തെ നിലയിലാണ്, അതിൽ ലിഫ്റ്റില്ല. ഇപ്പം കയറി ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ മകൻ്റെ വീടുമുണ്ട്. അപ്പം അയാൾ പറഞ്ഞത് അച്ഛൻ ഇവിടെ താമസിച്ചോളൂ. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് താമസം പറ്റും. അമ്മ അവസാന കാലത്ത് അമ്മ ഇവിടെയായിരുന്നു. ഇവിടെ കിടന്നിട്ടാണ് അമ്മ മരിച്ചത്. അമ്മയ്ക്ക് യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ല. ഇവിടെ വെച്ച് തന്നെയാണ് ഞാൻ അവസാന ഭാഗം, അമ്മ എന്നുള്ള ഫിലിമിൻ്റെ അവസാന ഭാഗം ഇവിടെയല്ല, അവിടെ വെച്ച് ചെയ്തതല്ലേ, അവിടെ വെച്ച് തീർത്തു. അമ്മയ്ക്ക് അവസാന കാലത്ത് ഞാൻ എറണാകുളത്ത് ഒരു കല്യാണത്തിന് പോയി, അല്ല തൃശ്ശൂരിലെ കല്യാണത്തിന് പോയതാണ്. അമ്മയ്ക്ക് വയ്യാത്ത ഞാൻ പോവില്ലല്ലോ. അമ്മയ്ക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതൊരു ഉച്ച കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമ്പോൾ എനിക്ക് ഫോൺ കോൾ വരികയാണ്, ഇങ്ങനെ അമ്മ മരിച്ചു. വിശ്വസിക്കാൻ പറ്റില്ല. അമ്മ കിടന്നിരുന്ന കട്ടിലാണ് ഞാനിപ്പോഴും കിടക്കുന്നത്. അനുഗ്രഹം ഉണ്ട്. അമ്മ മരിച്ചു എന്ന് പറയാ. ഇത് ഞാൻ പിന്നെ അവിടുന്ന് കാറെടുത്ത്, ട്രെയിൻ ഇറങ്ങി കാറെടുത്ത് വേഗം വരികയുണ്ടായി.